തലമുറയുടെ ഒരു അഭിഷക്തനായി അനേകം നശിച്ചു പോകുന്ന യുവാക്കളെ കരങ്ങൾക്ക് പിടിച്ചുയർത്തുന്ന ഒരു അഭിഷക്തനായി ദൈവം അദ്ദേഹത്തെ കണ്ടിരിക്കുകയാണ്. മാവേലിക്കരയിലുള്ള ഒരു മകൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, എന്നെ പുറകെ പിടിക്കുന്ന ഒരു ദൈവദാസനാ. കാര്യം ഞാൻ വിളിച്ചില്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് മോനെ പ്രാർത്ഥിച്ചോടാ, മോനെ ഉപവസിച്ചോടാ, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ദൈവ സന്നിധിയിലേക്ക് ഓരോ യുവാക്കന്മാരെ ഉത്തേജനം കൊടുത്ത്, ആത്മീക ഉത്തേജനം കൊടുത്ത് തൻ്റെ ദൗത്യം മുന്നോട്ട് നീങ്ങുന്നു. ആ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കരങ്ങളെ അടിച്ച് നമുക്ക് ഈ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും ലോകം അതിൻ്റെ വിനാശത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ യുഗസായാഹ്നത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷിയായി ഇന്ന് രാത്രിയിലും എളിയവനായി എനിക്ക് ഈ ദേശത്തെ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ നല്ല സമയങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ഈ യോഗം ലീഡ് ചെയ്ത് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ ശുശ്രൂഷകളിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സോബി ബാബു അവറുകളെ ഓർത്ത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത്, കൂട്ടുപ്രവർത്തകരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ആത്മീയ സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്ന പ്രിയ റനിഷാൻ്റെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരോട് കൂടെ ഇത് ഒരു ചെറിയ യോഗമാണെങ്കിൽ കൂടെ ഒരുപാട് അത്യധ്വാനം ചെയ്താണ് ഇങ്ങനൊരു ക്രമീകരണം ഇവിടെ വരുത്തിയത് എന്നെനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കട്ടിലെ ചെറുതാണെങ്കിലും കാലും നാലും വേണമല്ലോ. ചെറുതാണെന്നോർത്ത് 3 കാലാക്കാൻ ഒക്കത്തില്ലല്ലോ. മീറ്റിംഗ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ക്രമീകരണങ്ങൾ കുറച്ചുകൂടെ എല്ലാം വളരെ മേത്തരമായിട്ട് അവർ ചെയ്തു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു പ്രതിഫലം തരട്ടെ. അത് വരുന്ന ദിവസങ്ങളിൽ വിത്തുകളായി ആത്മാക്കളായി രൂപാന്തരപ്പെടട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നടുവിലേക്ക് എളിയവനായി എനിക്കും കടന്നു വന്ന് സുവിശേഷത്തിൻ്റെ വക്താവായി നിൽക്കുവാൻ കർത്താവ് എന്നെയും സഹായിച്ചയച്ചതോർത്ത് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ കർത്താവിന്, ആ രക്ഷകനായ യേശുവിൻ്റെ പാതാരവൃന്ദങ്ങളിൽ ഈ ശുശ്രൂഷയുടെ എല്ലാ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം എക്കാലവും മനുഷ്യൻ്റെ മനസ്സിനെ അപഗ്രഥിക്കുന്ന, വായിച്ചെടുക്കുന്ന ശക്തമായ ഒരു പുസ്തകമാണ്. പാപം ഒരു രോഗമാണെങ്കിൽ, പാപം ഒരു രോഗമാണെങ്കിൽ എന്നല്ല, പാപം ഒരു രോഗമാണ്. പാപം ഒരു രോഗമാണെങ്കിൽ ആ പാപത്തിനുള്ള മരുന്നാണ് ഇവാഞ്ചലിസം, ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം. മനുഷ്യൻ പാപിയാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കാൻ സാധ്യതയില്ല. നമ്മുടെ മുനിവര്യന്മാർ അങ്ങനെയാണല്ലോ പറഞ്ഞത്, പാപിയല്ലാതില്ലൊരു നരനും ഭൂതലെ കോപശീലം ശിശുവിലുമുണ്ട്. ബൈബിളും മറിച്ചല്ല പറയുന്നത്. നീതിമാൻ ഒരുത്തൻ പോലുമില്ല, ഒരാളുമില്ല. എല്ലാവരും തെറ്റി ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ആ ദൈവത്തിൻ്റെ തേജസ്, ദൈവിക വെളിച്ചം ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർക്ക് വലിയ വെളിച്ചമാണ് സുവിശേഷത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ, കേരളത്തെ ഒരിക്കൽ അദ്ദേഹം ഭ്രാന്താലയം എന്ന് വിളിക്കുകയുണ്ടായി. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ ഞാൻ നേരിട്ട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നു എങ്കിൽ വെള്ളം കൊണ്ടല്ല, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ തീഷ്ണമായ ഉഗ്ര തേജസ്സിന് മുമ്പിൽ അടിയറവ് പറയാത്ത മഹാന്മാരില്ല. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വായിക്കൂ. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന്, മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. യേശു ക്രിസ്തുവിനോട് കൊമ്പുരച്ചു നോക്കിയവർ അവസാനം കൊമ്പ് കുത്തി പരാജയപ്പെട്ട ചരിത്രമാണ്
വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം. ഇദ്ദേഹം ആദ്യം അറിയപ്പെട്ടത് ശൗൽ എന്നായിരുന്നു. ഈ ശൗല് ദൈവമക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി യേശുവിനെ സ്വീകരിക്കുന്ന യേശുവിൻ്റെ വക്താക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന ഒരു പീഡകനായിരുന്നു ആദ്യകാലങ്ങളിൽ ശൗൽ എന്ന് ആദ്യം അറിയപ്പെട്ട, പിന്നീട് പൗലോസ് എന്നറിയപ്പെട്ട ഈ മനുഷ്യൻ. ഈ പൗലോസ് ഒരിക്കൽ ദമസ്കോസിലേക്ക് കുതിരക്കുളമ്പടിയുടെ അകമ്പടിയോടെ വരികയാണ് യെരുശലേമിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ പകർപ്പുണ്ട്, ഒരു തീർപ്പിൻ്റെ പകർപ്പുണ്ട്, ഒരു നിയമത്തിൻ്റെ പകർപ്പുണ്ട്. നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ദമസ്കോസിലേക്ക് വരുന്നത്. ദമസ്കോസിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. യേശുവിനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനെ സ്വീകരിച്ച യേശുവിന് വേണ്ടി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിക്കണം, അവരെ ഉപദ്രവിക്കണം. ഈ ശൗൽ ഏത് ഗോത്രക്കാരനാണെന്നറിയാമോ? ഏത് വീട്ടിലെയാണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ വല്യപ്പൻ ആരാണെന്നറിയാമോ? ഇദ്ദേഹത്തിൻ്റെ വല്യപ്പൻ്റെ പേരാണ് ബെന്യാമിൻ. ഇദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഈ ബെന്യാമിൻ ഗോത്രക്കാരനായ ഈ ശൗല്, ബെന്യാമിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഈ ശൗല്, ഈ ബെന്യാമിനെ കുറിച്ച് അപ്പനായ യാക്കോബ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ബെന്യാമിൻ കടിച്ച് കീറുന്ന ചെന്നായി. ഇവരുടെ വീട്ടിൽപ്പെട്ട എല്ലാവരും ചെന്നായിക്കളെ പോലെയാണ്. ബൈബിളിൽ നിന്നൊരു തെളിവോടെ ഞാൻ പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 9:1 ഇങ്ങനെയാണ് വായിക്കുന്നത്: ശൗൽ ദൈവസഭയ്ക്കെതിരെ കുലയും കോപവും നിശ്വസിച്ചു. അപ്പോൾ ബെന്യാമിൻ മാത്രമല്ല, ശൗൽ ഉൾപ്പെടെ ആ കുടുംബത്തിലുള്ള മിക്കവാറും പേർ അങ്ങനെയാണ്. ദൈവനാമത്തിനെതിരെ, ദൈവരാജ്യത്തിനെതിരെ കരുക്കൾ നിൽക്കുന്ന, അടിയിൽ കൂടെ കരുക്കൾ നിൽക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ് ഈ ബെന്യാമിൻ്റെ കുടുംബത്തെ. അവൻ ചെന്നായിയെ പോലെയാണ്. എന്നാൽ ചെന്നായിയെ പോലെയുള്ള ഈ മനുഷ്യൻ കുതിരക്കുളമ്പടിയുടെ അകമ്പടിയോടെ ഇങ്ങനെ ദമസ്കോസിലേക്ക് കുതിച്ച് കിതച്ചു വരികയാണ്. ഇങ്ങനെ ഈ ചെന്നായി കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ വരുമ്പോൾ ദാ മുമ്പിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാട്. ഏതാണ് കുഞ്ഞാട്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ചെന്നായിയെ പോലെയുള്ള ഈ മനുഷ്യന്റെ മുഖത്തേക്ക് ഈ കുഞ്ഞാട് ഒരു ടോർച്ചടിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, വളരെ ക്ലിയർ ആയിട്ട് പറയാം. അവന്റെ തേജസ്സിന് മുമ്പിൽ, ആ വചനത്തിന്റെ വെളിച്ചത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ത്രാണിയുള്ള ഒരു ശൗലുമില്ല, ഒരു മനുഷ്യനുമില്ല. ഈ ചെന്നായി പോലെയുള്ള ഈ മനുഷ്യനുണ്ടല്ലോ, ക്രിസ്തുവിന്റെ തേജസ്സിന് മുമ്പിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ആടിയറവ് പറഞ്ഞു. ഇന്ന് രാത്രി ഈ യോഗം ഇവിടെ നടത്തപ്പെടുമ്പോൾ ആത്മാവിൽ ഞാൻ ഒന്ന് കാണുന്നു. വാശി പിടിച്ചു നിൽക്കുന്ന ചിലര് സുവിശേഷത്തിന്റെ സത്യത്തിന് മുമ്പിൽ അടിയറവ് പറയുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ അധരങ്ങളെ ചലിപ്പിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ വേദ പുസ്തകം എക്കാലവും ലോകത്തെവിടെ വേണമെങ്കിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ വരുന്ന വാർത്താ പത്രിക ഉണ്ടല്ലോ, നമ്മൾ പറയുന്നത് ന്യൂസ് പേപ്പർ എന്നാണ്. ന്യൂസ് പേപ്പർ രാവിലെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ ന്യൂസ് പേപ്പർ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ വായിക്കും. 24 മണിക്കൂർ ആ പത്രികയുടെ പേര്, ആ പേപ്പറിൻ്റെ പേര് ന്യൂസ് പേപ്പർ എന്നാണ്. എന്നാൽ ഇരുട്ട് നേരം വെളുക്കുമ്പോൾ ഇന്നലെ നമ്മൾ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ ഈ പത്രിക ഉണ്ടല്ലോ, അതിന് നമ്മൾ വേറൊരു പേരിടും, വേസ്റ്റ് പേപ്പർ. അല്ലെങ്കിൽ ഈ ആക്രി എടുക്കാനൊക്കെ വരുന്നവരെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ടോ? വേസ്റ്റ് പേപ്പർ എടുക്കാനുണ്ടോ? വേസ്റ്റ് പേപ്പർ. വേസ്റ്റ് പേപ്പർ അല്ലല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വേസ്റ്റ് ആയിരുന്നോ? ഇല്ല, നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ന്യൂസ് പേപ്പർ ആയിരുന്നു. ന്യൂസ് പേപ്പർ 24 മണിക്കൂർ കൊണ്ട് വേസ്റ്റ് പേപ്പറായി. എന്താണ് കാരണം? അതിനകത്തെ ന്യൂസിന്റെ വാലിഡിറ്റി 24 മണിക്കൂറേ ഉള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ ഇന്നത്തെ വാർത്തയല്ല നാളെ. ഇന്നത്തെ ന്യൂസ് പേപ്പർ പറയുന്നത് ലോകത്തിന് ഇന്ന് എന്ത് നടക്കുന്നു എന്നാണ്. എന്നാൽ ബൈബിൾ എക്കാലവും വിളിച്ചു പറയുന്നു, ബൈബിൾ ഇന്നലെ വായിക്കേണ്ട ഗ്രന്ഥമല്ല, ഇന്ന് വായിക്കപ്പെടേണ്ട ഗ്രന്ഥം മാത്രമല്ല, നാളെ വായിക്കേണ്ട ഗ്രന്ഥമാണ്. കാരണം ലോകത്തിന് ഇന്നലെ എന്ത് സംഭവിച്ചു, ലോകത്തിന് ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ലോകത്തിന് നാളെ എന്ത് സംഭവിക്കും, ഇത് വിശദമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. നമ്മൾ
മേടിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾക്കും, എല്ലാ ഉപകരണങ്ങൾക്കും ഒരു കാറ്റലോഗ് ഉണ്ട്. ഈ കീബോർഡിന് മേടിക്കുമ്പോൾ അതിനൊരു കാറ്റലോഗ് ഉണ്ട്. പ്രിയ സഹോദരൻ, അത് കിട്ടിയിട്ടുണ്ട്. ഈ മൈക്കിന് കാറ്റലോഗ് ഉണ്ട്, ഈ കൂളറിന് ഒരു കാറ്റലോഗ് ഉണ്ട്. ഈ കാറ്റലോഗിൽ നോക്കിയാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. ഇതുപോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ ഒരു ഉത്തമ പൗരനാകണം, അവൻ എങ്ങനെ ഒരു ഉത്തമ ഭർത്താവാകണം, എങ്ങനെ ഉത്തമനായ ഒരു മകനാകണം, അങ്ങനെ ജീവിക്കാൻ മനുഷ്യന് വേണ്ടി ദൈവം വിഭാവനം ചെയ്ത, മനുഷ്യന് വേണ്ടി ദൈവം എഴുതി കൊടുത്ത ഒരു കാറ്റലോഗാണ് വിശുദ്ധ വേദ പുസ്തകം. ഒരിക്കൽ ഇംഗ്ലണ്ട് ഭരിച്ച എലിസബത്ത് രാജ്ഞി ഇങ്ങനെ പറഞ്ഞു, വിശുദ്ധ വേദ പുസ്തകം കൂടാതെ, വിശുദ്ധ വേദ പുസ്തകത്തിന്റെ കൽപ്പനകൾ കൂടാതെ ഒരു മനുഷ്യന് പൗരനായിരിക്കുവാനോ ഒരു രാജാവിന് ലോകത്തെ ഭരിക്കുവാനോ കഴിയുകയില്ല. വിശുദ്ധ വേദ പുസ്തകത്തിന്റെ വായന എക്കാലവും മനുഷ്യ മനസാക്ഷിയെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള സർക്കാർ ഈ ഒറ്റയക്ക നമ്പർ സൂപ്പർ ലോട്ടോയൊക്കെ ഇങ്ങനെ നിരോധിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. ഒറ്റയക്ക നമ്പർ ലോട്ടറികളെല്ലാം നിരോധിച്ചു. കാരണം ഒരുപാട് പേര് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു പരിപാടിയാണത്. നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ എവിടാണെന്ന് കർത്താവിന് മാത്രമേ അറിയാവൂ. എല്ലാം അങ്ങ് നിരോധിച്ചു. ഈ ഒറ്റയക്ക ലോട്ടറിയൊക്കെ നിരോധിച്ചപ്പോഴേ അതിന് തത്തുല്യമായിട്ട് കേരള ഗവൺമെന്റ് ഒരു കൂപ്പൺ ഇറക്കി. ആ കൂപ്പണിൻ്റെ പേര് വാറ്റുകൂപ്പൺ എന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി 1000 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാറ്റ് കൂപ്പൺ കിട്ടും. അതിനകത്ത് ഒരു കുട മുതൽ ഒരു നാനോ കാർ വരെ ഉണ്ട് സമ്മാനമായിട്ട്, ബമ്പർ സമ്മാനമായിട്ട്. ടാറ്റയുടെ നാനോ കാറൊക്കെ ഇറങ്ങിയ സമയമാണ്. വാറ്റ് കൂപ്പണിൻ്റെ അകത്ത് ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത് നാനോ കാർ വരെയുള്ള ഇടപാടുകളാണ്. 800 രൂപക്കും 900 രൂപക്കും ഒക്കെ സാധനം മേടിക്കുന്ന ആളുകൾ വാറ്റ് കൂപ്പൺ കിട്ടാൻ വേണ്ടി 1000 അങ്ങ് തികക്കും. എന്താ കാര്യം? വാറ്റ് കൂപ്പൺ കിട്ടും, നാനോ കിട്ടിയാലോ. അങ്ങനെ നാനോ കാർ കിട്ടാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1000 രൂപ തികച്ച് സാധനം മേടിച്ച് പുറത്തോട്ടിറങ്ങി വീട്ടിൽ കൊണ്ടുപോയി ചുരണ്ടി നോക്കാനുള്ള ക്ഷമയില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ആ വരാന്തയെ വെച്ച് തന്നെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ ഒരു കോയിൻ എടുത്ത് അതിനകത്ത് ഇങ്ങനെ ചുരണ്ടി നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഭാഗ്യം അടുത്ത തവണ. അത് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകും. ഭാഗ്യം അടുത്ത തവണ, ഭാഗ്യം താങ്കളെ കൈവിട്ടിരിക്കുന്നു. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് വായിക്കുന്നവരും ഇത് വായിച്ചു കേൾപ്പിക്കുന്നവരും ഇതനുസരിക്കുന്നവരും അവർ ഭാഗ്യവാന്മാരാണ്. അതാണ് ബൈബിളിന്റെ പ്രത്യേകത. ഏത് നിർഭാഗ്യനെയും ഏത് നിർഗുണനെയും ഗുണവാനാക്കുന്ന, ഭാഗ്യവാനാക്കുന്ന ഒരതുല്യ പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ചരിത്രം പറയുമ്പോൾ ഇന്നലെ ഇംഗ്ലീഷ് പരിഭാഷയെ കുറിച്ച് ഞാൻ അല്പമായി വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ നമുക്ക് നല്ല തെളിമയുള്ള നല്ല ഇരുത്തം വന്ന ഒരു പരിഭാഷ മലയാളികൾക്ക് സമ്മാനിച്ചത് വിദേശ മിഷണറിയായി കോട്ടയത്ത് ദീർഘനാള് പ്രവർത്തിച്ച മിസ്റ്റർ ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലിയെ കൂടാതെ മലയാളം ബൈബിളിന് ചരിത്രം നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം മലയാളം പരിഭാഷയ്ക്ക് മലയാളം ബൈബിളിന് നല്ല ഒരു പരിഭാഷ ഹല്ലേലൂയ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പരിഭാഷ നടന്നത് 1828 മുതൽ 1932 വരെയാണ്. ദീർഘവർഷങ്ങളെടുത്ത് അദ്ദേഹം മലയാളം ബൈബിൾ പരിഭാഷ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ബൈബിൾ പരിഭാഷ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മിടുക്കന്മാരായ 3 പേരെ കൂട്ടിയാണ് നമ്മുടെ അച്ചായം പണി തുടങ്ങിയത്. ആര്? ബെഞ്ചമിൻ ബെയ്ലി. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട 3 പേരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടയാളാണ് കൊച്ചിക്കാരൻ. അന്ന് മട്ടാഞ്ചേരിയിൽ കൊച്ചിയിൽ താമസിച്ച, ഞങ്ങളുടെ നാട്ടിൽ താമസിച്ച ഒരു യഹൂദനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മോസസ് ഇസാർഫദി എന്നാണ്. എബ്രായ, ഗ്രീക്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള മോസസ് ഇസാർഫദി. അദ്ദേഹം യഹൂദനായിരുന്നെങ്കിലും അന്ന് എറണാകുളം മട്ടാഞ്ചേരിയിൽ ഞങ്ങളുടെ നാട്ടിലായിരുന്നു താമസം. ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നു, ഇന്നുമുണ്ട് കുറച്ച് പേര്. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിഭാഷയ്ക്ക് ആദ്യം സഹായിക്കാൻ വന്നയാള് മോസസ്
ഇസാർഫതി എന്നൊരു മനുഷ്യനാണ്. ഇന്ന് രാത്രികാലം ഹൈന്ദവ സഹോദരന്മാർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ബൈബിൾ പരിഭാഷയ്ക്ക് വന്നത്, ഞങ്ങളെ സഹായിക്കാൻ വന്നത്, മിസ്റ്റർ ബെഞ്ചമിൻ ബെയ്ലിയെ സഹായിക്കാൻ വന്നത് 2 ഹൈന്ദവ സഹോദരന്മാരായിരുന്നു. അതിൽ ഒരാളുടെ പേരാണ് വൈദ്യനാഥ് അയ്യർ. ഒരിക്കൽ കൂടെ പറയാം, വൈദ്യനാഥ് അയ്യർ. ഈ വൈദ്യനാഥ് അയ്യർ ഉണ്ടല്ലോ, ഒരു ഭയങ്കര ഭാഷാ പണ്ഡിതനായിരുന്നു. നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഒരുപാട് പിരിവുകളുണ്ട്. പിരിവെന്ന് പറയുമ്പോൾ ആരും ഭാരപ്പെടരുത്, ആ പിരിവല്ല. അതായത് ഭാഷയ്ക്ക് അതിൻ്റെ ഒരു അടുക്കുണ്ട്. ഏത് 5 പിരിവുകളുണ്ടെന്നാണ് പറയുന്നതല്ല, ഉണ്ട്. ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. അതാണ് നമ്മൾ പറയുന്നത് ഖ ഗ ഖ ങ. ഒരിക്കൽ കൂടെ പറയാം, മൃദു, ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. അനുനാസികം എന്ന് പറയുന്നത് ഈ അവസാനം പറയുന്ന അക്കമല്ല, നമ്മൾ പറയുന്നത് മൂക്കിൻ്റെ സഹായത്തോടെയാണ്. അതാണ് അനുനാസികം. നാസിക മൂക്ക്, അനുനാസികം മൂക്കിൽ കൂടെ പറയുന്നത്. അങ്ങനെ മലയാള ഭാഷയ്ക്ക് 5 പിരിവുകളുണ്ട്. ഇദ്ദേഹം ഒരക്ഷരഭക്തനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഈറനണിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പരമഭക്തനായിട്ട് വന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? വാരിധി തന്നിൽ തിരമാല പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, ഈ ബൈബിൾ പരിഭാഷ ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ തന്ന് എന്നെ സഹായിക്കണേ. ഈ വൈദ്യനാഥ് അയ്യർ അഗാധ സംസ്കൃത പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ സ്വാധീനമാണ് യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യഥോ മാത തഥാ പുത്രി എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയാണോ അങ്ങനെയാണ് മകൾ. അത് പറഞ്ഞത് ലോകത്തിലെ ഒരു പ്രഭുക്കന്മാരുമല്ല, അതാദ്യം പറഞ്ഞത് വിശുദ്ധ വേദ പുസ്തകമാണ്. അമ്മ എങ്ങനെയാണോ അങ്ങനെയാണ് മകൾ എന്ന് പറയേണ്ടതിന് പകരം, എഴുതേണ്ടതിന് പകരം വൈദ്യനാഥ് അയ്യർ സംസ്കൃതത്തിൽ ഒരു കാച്ചങ്ങോട്ട് കാച്ചി. എന്താണ്? യഥോ മാത തഥാപുത്രി. ഇതില് വൈദ്യനാഥ് അയ്യർ കഴിഞ്ഞു, മോസസ് ഇസാർഫതി കഴിഞ്ഞു. അതിനുശേഷം വന്നത് ചാത്തുമേനോൻ എന്നൊരു ഒരു മനുഷ്യനാണ്, ഒരു ഹൈന്ദവ സഹോദരനാണ്. ഈ ചാത്തുമേനോൻ ഉണ്ടല്ലോ, പരമഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ഈ ബെഞ്ചമിൻ ബെയ്ലി ബൈബിൾ പരിഭാഷ ചെയ്യാൻ തുടങ്ങി. യേശുവിൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ ചാത്തുമേനോൻ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഈറനണിഞ്ഞ് മാത്രമേ ബൈബിൾ പരിഭാഷ ചെയ്യാൻ ചാത്തുമേനോൻ വരൂ. അങ്ങനെ ബൈബിൾ പരിഭാഷ ചെയ്യാൻ ഇരുന്ന് കുറേ ബൈബിൾ പരിഭാഷ കഴിഞ്ഞപ്പോൾ ചാത്തുമേനോൻ ഒരു കാര്യം മനസ്സിലായി. യേശു സാധാരണ ഒരു മനുഷ്യനല്ല. താൻ വിശ്വസിക്കുന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിന്നില്ല, പരിഭാഷ വീണ്ടും തുടങ്ങി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, റോമർ, ഇങ്ങനെ പരിഭാഷ കഴിഞ്ഞു. എഫേസ്യ ലേഖനം കഴിഞ്ഞു, ഫിലിപ്പിയ ലേഖനം കഴിഞ്ഞു, കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നു. ശ്രദ്ധിക്കണേ, ചാത്തുമേനോനും വൈദ്യനാഥ് അയ്യറും മോസസ് ഇസാർഫതിയും ബെഞ്ചമിൻ ബെയ്ലിയുടെ നേതൃത്വത്തിൽ പരിഭാഷ നിർവഹിച്ച് കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നപ്പോൾ ചാത്തുമേനോന്റെ കണ്ണുകൾ ബൈബിളിൽ ഒരു വാക്യത്തിൽ ഉടക്കി. അദ്ദേഹം ഇങ്ങനെ എഴുതി പരിഭാഷ നിർവഹിച്ചു വന്നപ്പോൾ കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ സൃഷ്ടിയും സർവസൃഷ്ടിക്കാദ്യജാതനുമാകുന്നു. സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുണ്ടായി. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തിരമുണ്ടായി. ഈ വാക്യം അങ്ങ് പരിഭാഷ ചെയ്യുമ്പോൾ ചാത്തുമേനോന്റെ പാടാൻ തുടങ്ങി. ചാത്തുമേനോന്റെ കരങ്ങൾ ചലിക്കാൻ തുടങ്ങി. ഇത് ഞാൻ പറയുന്നത് കേരള ചരിത്രമാണ് പറയുന്നത്. ബുക്കിന്റെ പേരറിയണമെങ്കിൽ ഇത് കഴിയുമ്പോൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ഇത് ഈ വാക്യം പരിഭാഷ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ചാത്തുമേനോൻ താൻ എഴുതിയ പേന താഴെ വെച്ചു. താൻ എഴുതിയ പേന താഴെ വെച്ചിട്ട് മുട്ടുകൾ ഇങ്ങനെ കുത്തി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു: നീ സർവസൃഷ്ടിക്കും ആദ്യജാതനാണെങ്കിൽ, നീ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണെങ്കിൽ, എന്റെ യേശുവേ, എനിക്ക് നീ മതി, നീയാണ് ദൈവം. അന്ന് രാത്രി ചാത്തുമേനൊരു കാര്യം മനസ്സിലായി. താൻ വിശ്വസിക്കുന്ന, താൻ വിളിക്കുന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനല്ല യേശു. അവനാണു സത്യ ദൈവം, അവനാണു
ആരാകുന്നു നിത്യജീവൻ. ഇന്ന് രാത്രിക്കാലം ആ ക്രിസ്തുവിനെ ഈ ഗ്രാമത്തിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. അവൻ ആരാണ്? അവനാണ് നിത്യജീവൻ. ആരാണ് ക്രിസ്തു? അവനാണ് സത്യദൈവം. അത് ശക്തന്മാരിൽ ശക്തനായ അതുല്യ പ്രഭയായ അഖിലാണ്ട മണ്ഡലങ്ങളെ അണയിച്ചൊരുക്കിയ ഈ കാണുന്ന ബ്രഹ്മാണ്ഡ ഗതാഗതത്തിന് മുഴുവൻ അധികാരിയായ ഈ കാണുന്ന മൃഗതിദമ്പ പക്ഷി പുഷ്പപുഷ്പ ശലഭവൃന്ദങ്ങളെ മുഴുവൻ നിർമ്മിച്ചവനായ അതുല്യനായ ക്രിസ്തുവിന്റെ നാമത്തെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഉയർത്തി നിർത്തി ഒരിക്കൽ കൂടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമം. അവനെ പോലൊരു ദൈവമില്ല. അതാണ് ഇവിടെ ദൈവദാസന്മാര് പാടിയത്, യേശുവിന്റെ ദൈവത്തെ പോൽ മറ്റൊരു ദൈവമില്ല. ഇന്ന് രാത്രി ദൈവദിനത്തിന്റെ ശ്രോതാക്കളായി എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദവീതിയുടെ ശ്രവണസീമക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലൊരു ദൈവമില്ല. അവൻ ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനല്ല. ബൈബിൾ പറയുന്നു, അവൻ മാത്രമാണ് സത്യദൈവം. യേശു മാത്രമാണ് നിത്യജീവൻ. സ്തോത്രം. ഇന്ന് രാത്രി മുഖവര പറഞ്ഞു പോയാൽ ഏറെ പറയേണ്ടി വരും. എൻ്റെ ഹൃദയത്തെ മതിക്കുന്ന ഒരുപാട് ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതിനൊക്കെ ആധാരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രിത്തെ വചന പ്രഭാഷണത്തിന്റെ ആധാരം എന്നുള്ള നിലയിൽ ഒരു വാക്യമെന്ന് മൈക്കിൽ കൂടെ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത് വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ബൈബിൾ അത്യാവശ്യം പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ഈ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങൾ യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നലെ പറയാത്ത 2-3 കാര്യം ഇന്ന് പറയാം. ഈ യോഹന്നാനുണ്ടല്ലോ, യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയുടെ മകനായിരുന്നു. ജീവിതത്തിലെ നിറപ്പകിട്ടാർന്ന ബാല്യമൊന്നും ആയിരുന്നില്ല യോഹന്നാന്റെ ബാല്യം. കാരണം വളരെ ചെറുപ്പത്തിലെ യേശുവിൻ്റെ കൂടെ ശിഷ്യനായി കൂടിയ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. വളരെ ചെറുപ്പത്തിലെ യേശുവിൻ്റെ കൂടെ കൂടി. അങ്ങനെ വലിയ കളിക്കാനൊന്നും പോയിട്ടില്ല. അവൻ്റെ കളി ഇരിപ്പുമല്ല യേശുവിൻ്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പോലും യേശുവിനെ ആ മനുഷ്യന് പിരിയാൻ കഴിയാതെ ക്രൂശിൻ്റെ ചുവട് വരെ യോഹന്നാൻ യേശുവിനെ അനുധാവനം ചെയ്തത്. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് 3.5 വർഷം നടന്നിട്ട് യോഹന്നാൻ എന്താണ് മനസ്സിലായത്? യോഹന്നാൻ എന്താണ് തോന്നിയത്? കുറെ കഴിഞ്ഞ് യോഹന്നാൻ യേശു ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷമാണല്ലോ സുവിശേഷം എഴുതുന്നത്. സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷത്തിന്റെ എഴുത്ത് 4 ഉണ്ട്. ഒരിക്കൽ കൂടെ പറയാം, 4 സുവിശേഷമില്ല, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. ഒറ്റ സുവിശേഷത്തിന്റെ 4 വ്യാഖ്യാനങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷ രേഖകളിൽ ആദ്യം എഴുതിയത് മത്തായി സുവിശേഷമല്ല. ആദ്യം എഴുതിയത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഈ മർക്കോസ് സുവിശേഷം എഴുതിയത് ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചു മാത്രമാണ്. ഈ ഗ്രീക്കുകാരുണ്ടല്ലോ ഭയങ്കര ബുദ്ധിജീവികളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ ഗ്രീക്കുകാർക്ക് ബുദ്ധിജീവികളായതുകൊണ്ട് ഇവർക്ക് ഒരുപാട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. കാര്യമായി പറഞ്ഞ് അങ്ങ് ആശീർവാദം പറയും. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങളിൽ ഏറ്റവും കുറച്ച് അധ്യായം മർക്കോസിൻ്റെ സുവിശേഷത്തില്ല. ആകെ 16 അധ്യായമേ ഉള്ളൂ. പുള്ളി കാര്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ ഈ മർക്കോസ് ആദ്യം സുവിശേഷം എഴുതാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ മർക്കോസിൻ്റെ വീട്ടിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസിൻ്റെ മാളികമുറി എന്നൊക്കെ കേൾക്കുന്നത്. ഈ മർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അപ്പോൾ മുതൽ ഈ പത്രോസ് ഈ മർക്കോസിൻ്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് ആയിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ഈ അന്ന് ബൈബിളില്ലല്ലോ, അന്ന് സുവിശേഷം ആരും എഴുതിയിട്ടില്ല. ഈ പത്രോസായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ പ്രഭാഷകൻ. പത്രോസിൻ്റെ ചരിത്രം ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേരെ സ്നാനപ്പെടുത്തിയ ആളാണ് ഈ പത്രോസ്. ആ ലോകം കണ്ട ശക്തന്മാരായ പ്രഭാഷകരിൽ ഒരു പ്രഭാഷകൻ പത്രോസ് ആയിരുന്നു. പക്ഷെ പൗലോസ് പ്രസംഗകനായിരുന്നില്ല. പൗലോസ് നല്ല എഴുത്തുകാരനായിരുന്നു.
പത്രോസ് പ്രസംഗിച്ചാൽ ജനം ഉണരും. പക്ഷെ ഒരുപക്ഷെ പൗലോസ് പ്രസംഗിച്ചാൽ ജനം ഒരുപക്ഷെ ഉറങ്ങും. അതുകൊണ്ടാണ് യൂത്തിക്കോസ് ഉറങ്ങി താഴെ പോയത്. പുള്ളി തന്നെ പറയുന്നുണ്ട്, എൻ്റെ വാക്കുകളൊന്നും അത്ര ആകർഷണീയമല്ല, പക്ഷെ പുള്ളിയുടെ എഴുത്ത് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത് എന്ന് പറഞ്ഞ ലേഖനം വായിച്ചാൽ പേടിച്ചു പോകും. പത്രോസ് നല്ല ക്ലാസ് പ്രസംഗകനും പൗലോസ് ക്ലാസ് എഴുത്തുകാരനുമായിരുന്നു. അങ്ങനെ പത്രോസിന്റെ വായ്മൊഴിയാലാണ് യേശുവിന്റെ ചരിത്രം ലോകം അറിഞ്ഞത്. എന്നാൽ പത്രോസ് മരിച്ചുപോയി. റോമിൽ വെച്ച് പത്രോസ് മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിന്റെ സന്തത സഹചാരിയായിരുന്ന മർക്കോസിനോട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ബ്രദറെ എങ്ങനെയാ കാര്യങ്ങൾ? പാസ്റ്റർ മരിച്ചു പോയല്ലോ, അച്ഛൻ പോയല്ലോ, മാർപ്പാപ്പ പോയല്ലോ, ഒന്നാമത്തെ മാർപ്പാപ്പ പോയല്ലോ, ഇനി എന്തോ ചെയ്യും? അങ്ങനെ മർക്കോസാണ് ആദ്യമായിട്ട് യേശുവിന്റെ ജീവചരിത്രം രേഖയാക്കുന്നത്. അതിനുശേഷമാണ് ലൂക്കോസും മത്തായി യോഹന്നാനും ഒക്കെ യേശുവിന്റെ ചരിത്രം എഴുതി വരുന്നത്. അങ്ങനെ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്നിട്ടാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, നമ്മുടെ കൂടെ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകും. 3.5 വർഷം കൂട്ടുകാരനായിട്ട് ഹോസ്റ്റലിൽ താമസിച്ചാൽ 3.5 വർഷം കഴിയുമ്പോൾ പുള്ളി നമ്മളെക്കുറിച്ചൊരു ബുക്ക് എഴുതിയാൽ എന്തോ എഴുതും. അത് കൂടെ താമസിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞ് നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എഴുതും. 3.5 വർഷം കഴിഞ്ഞിട്ടാണ് എഴുതാൻ പറയുന്നതെങ്കിൽ ഇങ്ങനെ എഴുതും. ഇവൻ നല്ല മനുഷ്യനാണെങ്കിലും ഇവനെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിലില്ല. കാരണം 3.5 വർഷം താമസിച്ചപ്പോഴാണ് ഈ ആളാരാന്ന് പിടുത്തം കിട്ടിയത്. എന്നാൽ യോഹന്നാൻ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് യോഹന്നാൻ ഇങ്ങനെ എഴുതി, അവനാണ് സത്യ വെളിച്ചം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ യേശുവിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ തുടങ്ങുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ വഴി ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അതിനൊന്ന് ഉത്തരം പറഞ്ഞിട്ട് കമ്പിവാചകം പോലെ പറഞ്ഞിട്ട് എൻ്റെ ദൂതിലേക്ക് ഞാൻ വരാം. യേശു ദൈവമാണോ? യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. യേശു ദൈവപുത്രനാണ്, പക്ഷെ യേശു ദൈവമാണോ? എൻ്റെ ചോദ്യം, ഒരാൾ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അയാൾ ദൈവമാകുമോ? യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ചോദ്യം, ഒരാൾ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അയാൾ ദൈവമാകുമോ? അങ്ങനെ ആകുമെങ്കിൽ ലോകത്ത് എത്ര ദൈവങ്ങളുണ്ടാകും? അപ്പോൾ യേശു ദൈവമാണെന്ന് പറയുന്നത് യേശു പറഞ്ഞതുകൊണ്ടോ യേശു പറയാത്തത് കൊണ്ടോ അല്ല. ആ യോഹന്നാന്റെ സുവിശേഷം 1:1 വായിച്ചാൽ വളരെ ലളിതമായിട്ട് യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാം. സിസ്റ്റർ, ആ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത് വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ശ്രദ്ധിച്ചേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആരാണ് വചനം? താഴെ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു. 1:14 വായിച്ച സിസ്റ്ററെ. വചനം ജഡമായി തീർന്നു. അപ്പോൾ ജഡമായി തീർന്നവൻ ആരോ? അവനാണ് വചനം. ആരാണ് ജഡമായി തീർന്നത്? കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, യേശുക്രിസ്തു ഭൂമിയിൽ ജഡമായി വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ ഒരു പേരുണ്ടല്ലോ. എന്താണ് യേശുവിൻ്റെ പേര്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനമാണ് ജഡമെടുത്ത് ഭൂമിയിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ജനിച്ചതിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ യേശു മറിയ എന്ന വിശുദ്ധ സ്ത്രീയുടെ ഉദരത്തിൽ പിണ്ണാകാരമായിരിക്കുമ്പോഴാണല്ലോ യേശുവിന് യേശു എന്ന് പേരിട്ടത്. അങ്ങനെയാണെങ്കിൽ യേശു മറിയയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ പേരെന്തായിരുന്നു? യേശുവിനൊരു പേരുണ്ട്. യേശുവിൻ്റെ പേരാണ് വചനം. വചനം, വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വാക്യം അങ്ങനെ വായിക്കൽ തെറ്റില്ലല്ലോ. വചനമാരാണ്? കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ആ വാക്യം അങ്ങനെ ഒന്ന് വായിച്ച്, ആദിയിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്തത്, യേശുക്രിസ്തു ദൈവമായിരുന്നു. യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, അവനാണ് സത്യദൈവം. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശുക്രിസ്തു 33.5 വർഷം ലോകത്ത് ജീവിച്ചു. ഏകദേശം 30 വർഷം യേശുവിൻ്റെ രഹസ്യ ജീവിതം, 3.5 വർഷം യേശുവിൻ്റെ പരസ്യ ജീവിതം. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്
കാനാവിലെ കല്യാണത്തിലാണ്. മദ്യപാനികളായ സഹോദരങ്ങൾ, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല, അവർക്ക് അറിയില്ലാത്ത കൊണ്ടാണ്. അവർ പറയുന്നത് കാനാവിലെ കല്യാണത്തിൽ യേശു വീഞ്ഞാക്കിയല്ലോ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, നമ്മുടെ യേശുവിനെ ക്രൂശിച്ചതോർത്തിട്ട് എനിക്ക് മദ്യപിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ സങ്കടം പിടിച്ചു നിൽക്കാൻ വയ്യാതെ അച്ഛനങ്ങ് അടിച്ചു പോകുന്നതാ. ശ്രദ്ധിച്ചേ, കാനാവിലെ കല്യാണത്തിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കി. യേശു പറഞ്ഞു, വെള്ളം കോരിയിട്ട് പറഞ്ഞു, കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് വെള്ളം കോരി കുടിച്ചോ, എത്ര വേണേലും ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ ചിന്ത അതല്ല, അതിലേക്ക് ഞാൻ പോകുന്നുമില്ല. അങ്ങനെ എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ സാമുവൽ ആന്റണി എന്ന എൻ്റെ കാര്യം പറയാം. എന്നെ വ്യക്തിപരമായിട്ട് യേശുവിൻ്റെ ഒരാരാധകനാക്കിയത്, അതിന് മുഖാന്തരമായി തീർന്നത് യേശുവിൻ്റെ അമ്മ മറിയയാണ്. എനിക്കത് പറയാൻ ഒട്ടും ധൈര്യക്കുറവില്ല. ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ അമ്മയുടെ പേര് മറിയ എന്നാണ്. പക്ഷെ എൻ്റെ അമ്മയായ മറിയത്തെക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ യേശുവിൻ്റെ അമ്മയായ മറിയത്തെയാണ്. വചനം അങ്ങനെ തന്നെ അനുസരിക്കാൻ എന്നെ ഇന്നും പ്രേരിപ്പിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയമാണ്. ഞാനത് എവിടെയും പറയും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനൊരു മതത്തിൻ്റെ ആചാര്യനല്ല, ഞാനൊരു സഭയുടെ വക്താവല്ല. വചനം പ്രസംഗിക്കുന്ന സാധാരണ ഒരു സുവിശേഷകനാണ്. വചനം പ്രസംഗിക്കണം എന്ന് എന്നോട് ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ, കർത്താവ് എന്നോട് പറഞ്ഞു, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി, അതുകൊണ്ടങ്ങ് പോകുന്നതാ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരിക്കൽ കൂടെ പറയട്ടെ, യേശുവിൻ്റെ വചനമനുസരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയമാണ്. അവിടെ എഴുതിയിരിക്കുന്നല്ലോ, 2-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഏത് 3-ാം നാൾ? ഏതാണ് 3-ാം നാൾ? 3-ാം നാൾ എന്ന് പറയുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ അവസാനം തൊട്ടുമുകളിൽ യേശു നഥനയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ട കഥ എഴുതിയിട്ടുണ്ട്. നഥനയേലിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, ദാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. ഞെട്ടിപ്പോ, യേശുവേ എന്നെ എവിടെ വെച്ചറിയും? യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. അത്തിയുടെ കീഴിലിരുന്ന് എന്തുകൊണ്ടാണ്? നഥനയേൽ ഒരു ശാസ്ത്രിയായിരുന്നു, ന്യായപ്രമാണത്തിന്റെ പഠിതാവായിരുന്നു. അന്നത്തെ ശാസ്ത്രിമാർ, യേശുവിൻ്റെ ശുശ്രൂഷ കാലത്ത് 2-3 ഗ്രൂപ്പുണ്ടല്ലോ, സദൂക്യര്, ശാസ്ത്രിമാര്, പരീശന്മാര്. അതില് ഈ ശാസ്ത്രിമാരുണ്ടല്ലോ, ന്യായപ്രമാണത്തിന്റെ തലനാരിയുടെ കീറി പഠിക്കുന്ന പഠിതാക്കളായിരുന്നു. അവര് ശാസ്ത്രിമാര് പഠിക്കാനിരിക്കുന്നത് അത്തിയുടെ കീഴിലാണ്. ഇന്നത്തെ പോലെ AC റൂമും ഒന്നും ഇല്ലല്ലോ, ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു കാലം. അവര് സ്വസ്ഥമായി പഠിക്കാനിരിക്കുന്നത് അത്തിയുടെ കീഴിലാണ്. യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യേശുവിൻ്റെ കണ്ണാണ് കണ്ണ്. MRI സ്കാനിന് പോലും പിടിക്കാൻ കഴിയാത്ത നിന്റെ ശരീരത്തിലെ ബലഹീനതകളെ അവന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. അതിനകത്തൊരു മാറ്റവുമില്ല. ഒരു ചിന്ത ഞാൻ പറയാം, നാട്ടത്തിയുടെ കീഴിലിരുന്ന നഥനയേലിനെയും കാട്ടത്തിയുടെ മുകളിലിരുന്ന സക്കായിയെയും ഒരുപോലെ കണ്ട കണ്ണാണ് യേശുവിൻ്റെ കണ്ണ്. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് വചനം ദൂരത്തിരുന്ന്, വീട്ടിലിരുന്ന്, ഇരുട്ടിന്റെ മറവിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വാത്സല്യ ശ്രോതാവേ, നീ ഒളിച്ചിരുന്നാലും, താങ്കൾ വീട്ടിലിരുന്നാലും, വാഹനത്തിൽ ഇരുന്ന് കേട്ടാലും താങ്കളെ ദൈവം കാണുന്നുണ്ട്. ആ സന്തോഷം ഇന്ന് രാത്രി താങ്കൾക്കുണ്ടാവണം. യേശു പറഞ്ഞത് കേട്ടോ, നീ അത്തിയുടെ കീഴിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ, നീ എൻ്റെ അടുത്ത് ഇപ്പം വരാൻ കാരണം ഞാൻ നിന്നെ നേരത്തെ കണ്ടതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പറയാനുള്ളത്. സ്തോത്രം. ഞാൻ ഒരുപാട് ദൈവത്തോട് മസിൽ പിടിച്ച ആളാണ്. എനിക്ക് ഈ പണി ഒക്കത്തില്ല, എനിക്ക് പ്രസംഗിക്കാനും ഒക്കത്തില്ല, ഞാൻ മാന്യമായി ജോലി ചെയ്ത് ജീവിച്ചോളാം എന്നൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ ചെറുപ്പത്തിലെ ഞാൻ ഈ പ്രസംഗം തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കിത് വയ്യ. കർത്താവ് എന്നോട് പറഞ്ഞു, നീ കൂടുതൽ മസിൽ പിടിക്കരുത്. എന്താണെന്നറിയാവോ, ഞാൻ ഒരു പാസ്റ്റർ ആകാതിരിക്കാൻ
പ്രസംഗകനാകാതിരിക്കാൻ ഞാനൊരു അരക്കൈ നോക്കിയ ആളാണ്. ഇപ്പൊ കണ്ടോ, ഫുൾ കൈയൊക്കെ ഇട്ട് മിടുക്കനായിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം. ദൈവവചനത്തിന് മുമ്പിൽ മസിൽ പിടിക്കാൻ നീ അരക്കൈ ശ്രമിച്ചാൽ ദൈവം നിന്നെ കൊണ്ട് ഫുൾ കൈ ഇടിക്കും. ഒരു മാറ്റം അതിനകത്തില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പ്രഭാഷകനായി ഇവിടെ നിൽക്കുന്ന ഞാൻ. കാരണം ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതാണ് നഥനയേലിനോട് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ അത്തിയുടെ കീഴി വെച്ച് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ നീ എന്റെ അടുക്കലേക്ക് വന്നത്. ഇന്ന് രാത്രി ദേശത്തിലെ എന്റെ സുഹൃത്തുക്കളോട്, സ്നേഹിതരോട്, പ്രിയപ്പെട്ടവരോട് ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മാറിപ്പോകാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ വചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ എന്റെ ദൈവം നിങ്ങളെ വിളിച്ചിറക്കുന്ന ദിവസങ്ങളുണ്ട്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. നഥനയേൽ യേശുവിന്റെ ശിഷ്യനായി മാറി. ഈ നഥനയേലിനെ യേശു കണ്ടതിന്റെ 3-ാമത്തെ ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഗലീലയിലെ കാനാവിൽ കല്യാണം നടക്കുമ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഗലീലയിലെ കാനാവെന്ന്. എന്ന് പറഞ്ഞാൽ ഗലീലയിലെ കാനാവ് എന്നെടുത്തു പറയാൻ കാരണം ഇസ്രായേലിൽ 2 കാന ഉണ്ട്. ഒന്ന് എഫ്രയീമിന്റെ കാന, അത് യോശുവയുടെ പുസ്തകത്തിൽ ബൈബിൾ സ്റ്റഡി അല്ലാത്തതുകൊണ്ട് ബൈബിൾ എല്ലാ വാക്കുകളും എടുത്തു വായിക്കുക അസാധ്യമാണ്. യോശുവ 12 ഗോത്രങ്ങൾക്ക് ഈ അവകാശ ഭൂമി വീതിച്ചു കൊടുക്കുന്ന, കാനാൻ ദേശം വീതിച്ചു കൊടുക്കുന്ന ഒരു ഭാഗം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ 2 കാന നമുക്ക് കാണാം. ഒന്ന് എഫ്രയീമിന് അവകാശമായി കൊടുത്ത ഒരു കാനയുണ്ട്. ആ കാന അറിയപ്പെടുന്നത് ശമര്യയിലെ കാനാവെന്നാണ്. അപ്പോൾ 1-ാമത്തെ കാന ശമര്യയിലെ കാന, അവിടെ താമസിക്കുന്ന ആരാ? എഫ്രൈം അച്ചായന്റെ വീട്ടുകാരും മക്കളും. 2-ാമതൊരു കാനയുണ്ട്. ആ കാനയാണ് ഗലീലയിലെ കാന. അവിടെ താമസിക്കുന്ന ആരാന്നറിയാമോ? ആശേർ അച്ചായനും അച്ചായന്റെ മക്കളുമാണ് ഗലീലയിലെ കാനാവിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ ആരുടെ വീട്ടിലായി കല്യാണം നടക്കുന്നത്? ആരുടെ കുടുംബത്തിലാണ് കല്യാണം നടക്കുന്നത്? ആശേർ അച്ചായന്റെ വീട്ടിലാണ്, കുടുംബത്തിലാ കല്യാണം നടക്കുന്നത്. അങ്ങനെ ഗലീലയിലെ കാനാവ് എന്ന് പറയാൻ കാരണം, ഒരിക്കൽ കൂടെ പറയാം, 2 കാനാവുണ്ട്. ഒരു കാന എഫ്രയീമിന്റെ കാന, അത് ശമര്യയിലെ കാന എന്നറിയപ്പെടുന്നു. 2-ാമത്തെ കാന ഗലീലയിലെ കാന, അത് ആശേറിന്റെ കാന. അങ്ങനെ ആശേറിന്റെ കാനാവിൽ കല്യാണം നടക്കുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അവിടെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അടുത്തത് വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട് സ്ത്രീയെ, നിങ്ങൾ ആ വാക്ക് കേട്ടോ, സ്ത്രീയെ. നമുക്ക് പെട്ടെന്ന് തോന്നും യാതൊരു ബഹുമാനവും ഇല്ലാതെ യേശു വിളിച്ച ഒരു വിളിയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ ഡൽഹിയിൽ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഒരു 10 വർഷം 2009-2010 സമയത്തെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ കൊച്ചിയിൽ നിന്ന് മംഗള എക്സ്പ്രസിന് കയറി ഡൽഹിക്ക് നിസാമുദ്ദീനിലേക്ക് യാത്രയായി. ഞാൻ യാത്ര ചെയ്ത കൂപ്പയിൽ ഞാൻ മതവിഭാഗത്തിന്റെ പേരൊന്നും പറയുന്നില്ല, അവിടുത്തെ സന്യാസി സമൂഹത്തിലെ ഒരു സിസ്റ്റർ എൻ്റെ കൂടെ യാത്ര ചെയ്തു. ഞാൻ 2-3 ദിവസം യാത്ര ആയതുകൊണ്ട് എന്തായാലും സംസാരിക്കണം, പരിചയപ്പെടണം. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ആത്മീയ വിഷയങ്ങളിലോട്ട് ഇങ്ങനെ കയറി. അപ്പൊ അങ്ങനെ കയറിയപ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയെ കുറിച്ച് ഞാൻ ഈ സിസ്റ്ററോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, സത്യം പറയാലോ, വചനം നന്നായിട്ട് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് യേശുവിൻ്റെ അമ്മ മറിയാണ്. കാരണം യേശുവിൻ്റെ അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കരുത്, പിന്നെ ആരെ നോക്കണം? യേശുവിനെ നോക്കാൻ യേശുവിൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് യേശു പറഞ്ഞത് മുഴുവൻ വായിക്കാൻ എനിക്ക് തോന്നിയത്.
അങ്ങനെ ഈ യേശുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഈ സിസ്റ്റർ എന്നോടൊരു കാര്യം പറഞ്ഞു. അല്ലെ ബ്രദറെ നിങ്ങളൊരു കാനാവിലെ കല്യാണത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവിടെ സ്ത്രീയെന്ന് വിളിക്കുന്നത് വളരെ പരിപാവനമായൊരു വിളിയാണ്. അവിടെ വിളിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനുടനെ എനിക്ക് ഈ ഗ്രീക്ക് ഒരല്പം അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗ്രീക്ക് തപ്പിയപ്പോൾ അതിനകത്ത് സ്ത്രീയെ എന്ന് എഴുതിയിരിക്കുന്ന പദം, അതിന് ഗ്രീക്കിലിന്റെ പദം ഏതാണെന്ന് അറിയാമോ? ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന പദം ഗുണായ് എന്നാണ്. എന്താണ്? ഗുണായ്. ഞാൻ പെട്ടെന്ന് നോക്കി, ഈ ഗുണായ് എന്നുള്ള പദം ബൈബിൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കണ്ടുപിടിച്ചു. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. 4-ാമത്തെ അധ്യായത്തിലെ യേശു ശമരിയ സ്ത്രീയെ വിളിക്കുന്നതും ഈ പേര് തന്നെയാണ്, ഗുണായ്. യേശു താത്തിയോ പൊക്കിയോ വിളിച്ചതല്ല. യേശു ഗുണായ് എന്ന് വിളിക്കുമ്പോൾ, സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ പിറകിൽ ഒരു വലിയ ചരിത്രമുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. യേശു എന്തുകൊണ്ടാണ് മറിയയെ അമ്മേന്ന് വിളിക്കാമായിരുന്നല്ലോ. യേശു വിളിച്ചിട്ടില്ല. യേശു വിളിക്കാത്തതിന്റെ കാരണം, യേശു സ്ത്രീയെ എന്ന് വിളിക്കാൻ കാരണം, ഈ മറിയയുടെ മുകളിൽ വലിയൊരു പ്രവചനം കിടക്കുന്നുണ്ട്. എനിക്ക് മുന്നേ വചനം സംസാരിച്ച ദൈവദാസൻ അത് പറഞ്ഞു. ഹല്ലേലൂയ. സദൈവദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇനി ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. അന്ന് ഏദനിലെ ആദം ഹവ്വയും പാപം ചെയ്യുമ്പോൾ എല്ലാവരോട് സംസാരിച്ച് ഒടുവിൽ പാമ്പിനോട് സംസാരിക്കുമ്പോൾ പിതാവായ ദൈവം പാമ്പിനോടൊരു കാര്യം പറഞ്ഞു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. നിന്റെ തല തകർക്കാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുത്തനിവിടെ ജനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രവചനം നടന്ന സമയം മുതൽ ദൈവത്തിന് വേണ്ടി നിന്ന എല്ലാ തലമുറകളെയും സാത്താൻ നശിപ്പിച്ചു കളഞ്ഞു. എന്തിനു പറയുന്നു? അടുത്ത തലമുറ ഹാബേലിനെ നശിപ്പിച്ചു. ദൈവത്തിന് വേണ്ടി നിന്ന എല്ലാവരെയും നശിപ്പിച്ചു. അതിനുശേഷം ദൈവം വിളിച്ച വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാമിന്റെ ഭാര്യ സാറായിയെ ഇവൻ ഗർഭം അടച്ചു കളഞ്ഞ് മച്ചിയാക്കി. മകൻ ഇസഹാക്കിന്റെ ഭാര്യ ആദ്യം മച്ചിയാക്കി. യാക്കോബിന്റെ ഭാര്യ റാഹേലിനെ മച്ചിയാക്കി. എന്താണെന്നറിയാമോ? എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തത്തെ സാത്താൻ അത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അവന് തോന്നി, സ്ത്രീയുടെ സന്തതിയായി ഒരുത്തൻ ജനിച്ചാൽ എന്റെ തല തകരുമെങ്കിൽ സ്ത്രീ പ്രസവിക്കാതിരിക്കണം. അവൻ വിചാരിച്ചു ആ സ്ത്രീയുടെ സന്തതി ഹാബേലായിരിക്കും. അതിനുശേഷം വിചാരിച്ചു സാറയുടെ മകനായിരിക്കും. അതിനുശേഷം വിചാരിച്ചു റിബേക്കയുടെ മകനായിരിക്കും. അതിനുശേഷം വിചാരിച്ചു റാഹേലിന്റെ മകനായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്ന് എല്ലാ സ്ത്രീകളുടെ ഉദരത്തെയും ഈ സാത്താൻ അടച്ചു കളഞ്ഞു. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. സാത്താന് വഴി അടക്കാൻ അറിയാമെങ്കിൽ, പിശാചിന് വഴി അടക്കാൻ അറിയാമെങ്കിൽ, എന്റെ യേശുവിന് ആ വഴി തുറക്കാൻ അറിയാം. ഇന്ന് രാത്രി ജീവിതത്തിൽ എല്ലാ വഴികളും അടയപ്പെട്ടവരായി, എല്ലാ ഡോറുകളും അടയപ്പെട്ടവരായി ഇന്ന് രാത്രി ആരെങ്കിലും ഈ സുവിശേഷ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന സർവശക്തനായ ഒരു കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ദാവീദിന്റെ താക്കോലുള്ളവൻ ഇന്ന് രാത്രി ഈ ദേശത്തെ കർത്താവ് തുറക്കുകയാണ്. ഈ ദേശത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ആ പാരമ്പര്യ കെട്ടുകളെ ഇന്ന് രാത്രി എന്റെ കർത്താവ് അറുത്തുകളയാണ്. ഒരു വലിയ പ്രവചനം. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സാത്താൻ നോക്കി, ആരാണ് സ്ത്രീ? ആരാണ് സ്ത്രീ? ദാ എല്ലാ സ്ത്രീകളെയും അവൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പീഡിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യെരൂശലേം ഇസ്രായേലിലെ നസറത്തിലേക്ക് ഗബ്രിയേൽ മാലാഖ് ഇറങ്ങിയിട്ട് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നന്മ നിറഞ്ഞവളെ എന്നല്ല. ബൈബിളിൽ അങ്ങനെ വാക്യവുമില്ല. ബൈബിൾ എഴുതിയിരിക്കുന്നത് കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാൽ മറിയയുടെ മേൽ പകരപ്പെട്ട കൃപയാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ദൈവത്തിന് മുമ്പിൽ തുല്യരാണ്. മറിയക്കത് മനസ്സിലാകുന്നില്ല പ്രവചനത്തിന്റെ നിവർത്തി. അതുകൊണ്ടാണ് യേശു വിളിക്കുന്നത്
സ്ത്രീയേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ഇടപെടരുത്, നീ അങ്ങനെ സംസാരിക്കാനുള്ളയാളല്ല. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൈവം മൗനമായിരിക്കുന്ന ഇടത്ത് നിങ്ങൾ മൗനമാകണം. ദൈവം സംസാരിക്കാത്ത ഇടത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. യേശു പറഞ്ഞു, ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ സ്ത്രീയെ നിങ്ങൾ ഇടപെടരുത്. കാരണം വലിയൊരു പ്രവചനമാണ് നിങ്ങളുടെ മേൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് യേശു സ്ത്രീ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അതുകൊണ്ട് യേശു സ്ത്രീയെ എന്ന് വിളിച്ചതേ ബഹുമാനം കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇന്ന് രാത്രി ഞാൻ ഉറക്കെ വിളിച്ചു പറയാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പിൻബലത്തിൽ ഇന്ന് രാത്രി ഉറക്കെ ഞാൻ വിളിച്ചു പറയുന്നു, ഞങ്ങൾ യേശുവിന്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നു, പക്ഷെ ആരാധിക്കുന്നില്ല. ആരാധനയ്ക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അല്ലെങ്കിലും നമുക്ക് മറിയാമ്മച്ചിയോട് എന്താ വിരോധം? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ യേശുവിൻ്റെ അമ്മ മറിയത്തെയാണ്. അത് എൻ്റെ അമ്മക്കും അറിയാം. കാരണം ഈ വചന സത്യം ആ നിലയിൽ ഗ്രഹിക്കാൻ എനിക്ക് ശക്തി തന്നത് മറിയയുടെ ഒറ്റ വാക്കാണ്. എന്താണ് ആ വാക്ക്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. ഇന്ന് രാത്രി ഈ ദേശത്തോട്, ഈ സുവിശേഷത്തിന് സത്യം കേട്ടുകൊണ്ടിരിക്കുന്ന ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിന്റെ അമ്മ പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ കേൾവിക്കാർ യേശു പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ എന്തിന് മറിയോട് വിരോധം കാണിക്കണം? കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരൻ എന്നോട് ചോദിച്ച, അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പുണ്ടല്ലോ ഈ ദൈവദാസൻ ഈ POC ബൈബിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നെ ഉറക്കെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ POC പാലാരിവട്ടം അവരിറക്കിയ ബൈബിളാണ് കേരളത്തിൽ സുവിശേഷ സത്യങ്ങൾ മലർക്കെ തുറക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു, പക്ഷെ അതിനു മുമ്പ് ദൈവദാസൻ പറഞ്ഞു ദൈവ നിയോഗമാണ്. അതുകൊണ്ടാണ്. സ്തോത്രം. POC ബൈബിൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ബൈബിളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളല്ല, ഞാൻ വ്യക്തിപരമായിട്ട് വായിക്കുന്നത് POC ബൈബിളാണ്. POC ബൈബിൾ വായിക്കും. എൻ്റെ വീട്ടിൽ 2-3 POC ബൈബിളുണ്ട്. എൻ്റെ ഐപാഡിലും ഫോണിലും എല്ലാം POC ബൈബിളുണ്ട്. കാരണം അത് വളരെ ലളിതമാണ്. അങ്ങനെ POC ബൈബിളിനകത്ത് 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ചെറിയ ഒരു ഹെഡിങ് ഉണ്ട്. അതിങ്ങനെയാണ്, മറിയത്തിന്റെ സ്തോത്രഗീതം. ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലൂക്കോസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യം വീട്ടിൽ ചെന്ന് വായിക്കണം. അല്ലെങ്കിൽ വീട്ടിലിരുന്നാ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് വായിക്കണം. 46-ാമത്തെ വാക്യം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഹെഡിങ് അവിടെ കണ്ടോ നിങ്ങൾ? മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം ആരാധിക്കുകയാണ്, മറിയ സ്തോത്രം ചെയ്യുകയാണ്. മറിയ എങ്ങനെ ആരാധിക്കുന്നത്? മറിയത്തിന്റെ ആരാധന അവിടെ കാണാം. ഒന്ന് വായിച്ച ദേവദാസിയെ, ലൂക്കോസിന് സുവിശേഷം 1:46. അപ്പോൾ മറിയ പറഞ്ഞത് എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. അടുത്തത്, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എന്റെ ആത്മാവ് POC ഇങ്ങനെയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. മറിയ പറഞ്ഞത് കേട്ടോ, നിങ്ങൾ എന്നെ ആരാധിക്കരുത്. കാരണം ഞാൻ ആരാധിക്കുന്ന ആരെയാണെന്നറിയാമോ? ഞാൻ ആരാധിക്കുന്നത് എന്റെ രക്ഷകനെയാണ്. ആരാണ് മറിയയുടെ രക്ഷകൻ? ആരാണ് എന്റെയും നിങ്ങളുടെയും രക്ഷകൻ? നമ്മുടെ രക്ഷകൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തു. മറിയെ ആരാധിക്കുന്നത് യേശുവിനെയാണെങ്കിൽ ഞാൻ എന്തിനെ യേശുവിനെ ആരാധിക്കാതിരിക്കണം? സ്തോത്രം. ഹല്ലേലൂയ. മറിയ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. ഞാൻ എൻ്റെ രക്ഷകൻ എന്നിൽ ആനന്ദിക്കുന്നു എന്ന് മറിയ ഏറ്റു പറയാൻ കാര്യം എന്താണെന്നറിയാമോ? മറിയ കേട്ട ഒരു പ്രവചനമാണ്. ഒന്ന് വായിച്ചേ, മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 19, 20, 21 വാക്യങ്ങൾ. അവളുടെ ഭർത്താവായ
യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദനമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അടുത്തത്, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൾ ആരെ? മറിയ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. മറിയയുടെ രക്ഷകൻ ആരാണെന്നറിയാമോ? മറിയയുടെ ഉദരത്തിൽ നിന്ന് വന്ന സാക്ഷാൽ യേശുവാണ് മറിയയുടെ രക്ഷകൻ. അങ്ങനെയാണെങ്കിൽ മറിയയുടെ സ്തോത്രഗീതത്തിനകത്തെ ഇത് റേഷൻ കാർഡ് വെക്കാനുള്ള പുസ്തകമല്ല, ആധാർ കാർഡ് തിരികെ വെക്കാനുള്ള പുസ്തകമല്ല, ഇത് വായിക്കാനുള്ള പുസ്തകമാണ്. എടുത്തു വായിക്കണം മിസ്റ്റർ. ലൂക്കോസിന്റെ സുവിശേഷം 1:46 മറിയയുടെ സ്തോത്രഗീതം. മറിയ പറയുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. മറിയയെ ആരാധിക്കുന്നത് യേശുവിനെയാണെങ്കിൽ മറിയയെ ആരാധിച്ചുകൂടാ. പക്ഷേ മറിയ ബഹുമാനത്തിന് യോഗ്യയാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ സത്യം വിളിച്ചു പറയാൻ ഞാൻ ആരെയാണ് ഭയക്കേണ്ടത്? ഇന്ന് രാത്രി ഒറ്റയാനെ പോലെ ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നു, ആരാധനക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. ആമേൻ. കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയത് വെച്ച് ഏറ്റവും വലിയ ഡിക്ഷണറി ബഹുമാനപ്പെട്ട ശ്രീ രാമലിംഗം പിള്ള എഴുതിയ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ഈ കീബോർഡിനേക്കാൾ ഇതിന്റെ വീതിയേക്കാൾ വലിപ്പമുണ്ട് രാമലിംഗം പിള്ളയുടെ ഡിക്ഷണറിക്ക്. നിങ്ങൾ ആരെങ്കിലും ഡിക്ഷണറി തുറന്ന് ബുക്ക് സ്റ്റോളിലെങ്കിലും പോയി, ലൈബ്രറി പോയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം. രാമലിംഗം പിള്ള എഴുതി വെച്ചേക്കുക നല്ല വെണ്ടക്ക അക്ഷരത്തിൽ. ഇത് പെന്തിക്കോസുകാർ എഴുതിയതല്ല, ക്രൈസ്തവനും എഴുതിയതല്ല. രാമലിംഗം പിള്ള തന്റെ ഡിക്ഷണറിയിൽ എഴുതി വെച്ചു, സേവ്യർ. ആരാണ് സേവ്യർ? സേവ്യർ സമം രക്ഷകൻ സമം യേശു ക്രിസ്തു. ഇത് പെന്തിക്കോസുകാർ പറഞ്ഞതല്ല, രാമലിംഗം പിള്ള തന്റെ ഡിക്ഷണറിയിൽ എഴുതി, ബൈബിളിൽ എഴുതി, രക്ഷകൻ സേവ്യർ സമം രക്ഷകൻ സമം കർത്താവായ യേശു ക്രിസ്തു. നിന്നെ രക്ഷിക്കാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ, നിന്റെ തലമുറയെ രക്ഷിക്കാൻ ഈ ലോകത്തിൽ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. യേശുവാണ് രക്ഷകൻ. മറിയ പറഞ്ഞു, എന്റെ ചിത്തം എന്റെ രക്ഷകനിൽ. അപ്പോൾ അങ്ങനെ തിരുത്തി വായിക്കണം, ഞാൻ സ്തുതിക്കുന്നത് എന്റെ രക്ഷകനായ യേശുവിനെയാണ്. മറിയക്ക് യേശു സാധാരണ ഉണ്ണീശോയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിയക്ക് യേശുവേ ഉണ്ണീശോയല്ലെന്ന്. മറിയക്ക് യേശു ആരാണെന്ന് അറിയാമോ? മറിയക്ക് യേശു തന്റെ രക്ഷകനാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനാണ് സത്യ ദൈവം. കഴിഞ്ഞ കിടക്കെ മറിയെ കുറിച്ച് ഇങ്ങനെ ഞാൻ യേശുവിൻ്റെ അമ്മയാ മറിയെ കുറിച്ച് വാതോരാതെ പറയും. എനിക്കൊരു മടിയില്ല. നന്നായി ജീവിച്ച ദൈവഭക്തിയോടെ ജീവിച്ച അമ്മച്ചിമാരെ കുറിച്ച് പറയുന്നില്ല. എന്താ കുഴപ്പം? അതുപോലെ അമ്മച്ചി അവിടെ ദാക്ഷ്യം പറഞ്ഞത് എന്താ കുഴപ്പം? 2 വാക്ക് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് മധ്യസ്ഥന്മാരുണ്ടോ? ഇല്ലല്ലോ. വെറുതെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾക്ക് മധ്യസ്ഥനുണ്ട്. മധ്യസ്ഥനില്ലെന്ന് പറഞ്ഞാൽ അവൻ പിശാചായിരിക്കും. ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ ഒരു മധ്യസ്ഥനുണ്ട്. ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പറയുന്നു മധ്യസ്ഥനുണ്ട്. ആമേൻ. ആരാണ് മധ്യസ്ഥൻ? വായിച്ചോ, തിമോഥെയോസിന്റെ ലേഖനം. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. മധ്യസ്ഥൻ ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ സഹോദര നിങ്ങൾ അംഗീകരിച്ചേ ഒക്കൂ. മധ്യസ്ഥൻ ഒരുവൻ മാത്രം, ഇരുവരില്ല. പിതാവാരാണ്? സ്വർഗസ്ഥൻ.
പുത്രനാരാണ്? മധ്യസ്ഥൻ. പരിശുദ്ധാത്മാവാരാണ്? കാര്യസ്ഥൻ. ഒരിക്കൽ കൂടെ പറയാം, പിതാവ് സ്വർഗസ്ഥൻ, പുത്രൻ അതാ പറയേണ്ടത്. പിതാവ് സ്വർഗസ്ഥൻ. അതാണ് യേശു പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ. ആ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അത് പ്രാർത്ഥിക്കുക, എന്താ കുഴപ്പം? അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതേ നമുക്ക് നമ്മൾ തന്നെ പാര വെക്കുക. കാരണം ആ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ എൻ്റെ ദൈവമേ നീ ഞങ്ങളോടും ക്ഷമിച്ചാൽ മതി എന്നാ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ഷമിച്ചാൽ മാത്രം, ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി എന്ന് ഡെയിലി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. ഈ പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിക്കുന്ന ഒരു അപകടമാണത്. നല്ലതാണ്, പക്ഷെ ക്ഷമിക്കാമെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ. യേശു പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ പിതാവാരാണ്? സ്വർഗസ്ഥൻ. യേശുവാരാണ്? മധ്യസ്ഥൻ. പരിശുദ്ധാത്മാവാരാണ്? കാര്യസ്ഥൻ. ഞങ്ങൾക്കും മധ്യസ്ഥനുണ്ട്. ദൈവവചനം അംഗീകരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മധ്യസ്ഥനുണ്ട്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സഭയുടെ വക്താവല്ല, ഞാനൊരു മതത്തിന്റെ പ്രഭാഷകനല്ല, ഞാൻ ഈ ബൈബിളിന്റെ പ്രഭാഷകനാണ്. ബൈബിൾ പറയുന്നു മധ്യസ്ഥനുണ്ട്, പക്ഷെ മധ്യസ്ഥൻ ഒരുവൻ മാത്രം. മധ്യസ്ഥൻ ഒരുവനാണെന്ന് ബൈബിൾ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് പറയാൻ ഞാൻ എന്തിനു പേടിക്കണം? അത് വിളിച്ചു പറയാൻ ഞാൻ ആരെ ഭയക്കണം? ഇന്ന് രാത്രി പൗലോസ് പറഞ്ഞു ഗലാത്യ ലേഖനത്തിൽ, ഞാനിപ്പോൾ ആരെ പ്രസാദിപ്പിക്കുന്നു? ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്നത്തെ പ്രഭാഷണവും ഇന്നത്തെ ശുശ്രൂഷയും മനുഷ്യനെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. ഞങ്ങൾക്ക് മധ്യസ്ഥനുണ്ട്. ഞങ്ങളുടെ മധ്യസ്ഥൻ മരിച്ചു പോയവനല്ല, ഞങ്ങളുടെ മധ്യസ്ഥൻ മരിച്ചിട്ട് ഇന്നും ജീവിക്കുന്നവനാണ്. മധ്യസ്ഥൻ ഒരുവൻ എന്ന് ഞങ്ങൾ അസന്നിഗ്ധമായി വിളിച്ചു പറയാൻ കാരണം, മരിച്ചുപോയ ആർക്കും മധ്യസ്ഥ പണി ചെയ്യാൻ കഴിയില്ല എന്ന് ബൈബിൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. വായിച്ചോ സങ്കീർത്തനങ്ങൾ? സങ്കീർത്തനങ്ങൾ 115:17. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരുമെന്ന് പറഞ്ഞ എല്ലാ പുള്ളികളും അതിനകത്തുണ്ട്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. കഴിയില്ല. മരിച്ചുപോയവർക്ക് മധ്യസ്ഥനാകാൻ കഴിയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ ഞങ്ങൾ എന്തിനു വേറെ മധ്യസ്ഥന്മാരെ തേർന്നു? മധ്യസ്ഥൻ ഒരുവൻ മാത്രം, സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു മാത്രം. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ മനുഷ്യന് വേണ്ടി പാപയാഗമായി അകൃത്യയാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു മാത്രം മധ്യസ്ഥൻ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അവന്റെ അതുല്യ നാമത്തെ, മധുര്യമായ നാമത്തെ ഞങ്ങൾ ഉയർത്തി പറയുന്നു. അവനല്ലാതെ ഒരു രക്ഷകനില്ല, അവനല്ലാതെ ഒരു ദൈവമില്ല, അവനല്ലാതെ ഒരു മധ്യസ്ഥനില്ല. ആമേൻ. യേശുവാണ് മധ്യസ്ഥൻ, യേശുവാണ് മധ്യസ്ഥൻ, യേശുവാണ് മധ്യസ്ഥൻ. ഹല്ലേലൂയ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും. മരിച്ചു കഴിയുമ്പോഴേ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തിരുമേനി എന്നൊക്കെ നിങ്ങളെല്ലാവരും കൂടെ എന്നെ തിരുമേനി എന്നങ്ങ് വിളിച്ചോ. എടാ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്നെ അങ്ങ് വിളിക്കുക, ഞാനൊരു പാവമല്ലേ, എന്ന് വിളിച്ചേ, തിരുമേനി എന്ന് വിളിച്ചേ. അപ്പോൾ നിങ്ങൾ എന്നെ തിരുമേനി എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. ഞാൻ മരിച്ച് 24 മണിക്കൂർ കഴിയുമ്പോഴേ എൻ്റെ ശരീരത്തിൽ നിന്ന് പുഴു വരും. അപ്പൊ തിരുമേനി മരിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ പുഴുമേനിയാകും. ഏതു മനുഷ്യനും മരിച്ചാൽ ഏതു മേനിയും പുഴുമേനിയാകും. എന്നാൽ മരിച്ചതിന് ശേഷം പുഴുമേനിയാകാതെ ഇന്നും തിരുമേനിയായി ജീവിക്കുന്ന ഒരുത്തനുണ്ട്. അതാരാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഇന്നും തിരുമേനിയായി ജീവിക്കുന്നവൻ. മരിച്ചു കഴിഞ്ഞ് പുഴു വരുന്ന ശരീരത്തെ ഞാൻ എന്തിന് തിരുമേനി എന്ന് വിളിക്കണം? മരിച്ചിട്ടും പുഴുക്കൾക്ക് വിട്ടുകൊടുക്കാതെ, തന്റെ ഭക്തനെ ദ്രവത്വം കാണിക്കാതെ പിതാവായ ദയ ഉയർപ്പിച്ചെങ്കിൽ യഥാർത്ഥ തിരുമേനി യേശുക്രിസ്തു മാത്രമാണ്. എന്നെ ഉറക്കെ ചിന്തിപ്പിച്ചത്. ഇതൊക്കെ പറയുമ്പോ എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ ഒക്കെ നമ്മൾ എത്ര കേട്ടതാ. എന്തായാലും ഒരു മരണേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ദൈവമേ,
മരിക്കാൻ നേരത്തെ ഭാര്യയെ കാണണം, മക്കളെ കാണണം എന്ന് ഞാൻ പറയരുത്. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജീവിതത്തിൽ നമുക്കൊറ്റ ജീവിതമുള്ളൂ. അത് സത്യം വിളിച്ചു പറയാതെ, ഈ വചനത്തിൻ്റെ സത്യം വിളിച്ചു പറയാൻ എനിക്ക് നട്ടല്ലില്ലാതെ പോയാൽ പിന്നെ ഈ ശുശ്രൂഷയുടെ തിരക്കുകളും ഇതിൻ്റെ ആലഭാരങ്ങളെയും എല്ലാം അഴിച്ചു വെച്ച് അവസാനത്തെ സമയമാൻ്റതവും പാടിക്കേക്കാൻ കെട്ടിക്കിടക്കുന്ന ഒരു കാലം എനിക്കുണ്ടെങ്കിൽ അന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്ക് എന്നോട് തന്നെ പറയാൻ ഒറ്റ വാക്കേ കാണൂ: കൂലിത്തല്ലുകാരൻ എന്ന് പറഞ്ഞാൽ മറ്റാർക്കൊക്കെയോ വേണ്ടി പ്രസംഗിച്ച്, പണത്തിനു വേണ്ടി പ്രസംഗിച്ച് ജീവിതം അവസാനിപ്പിച്ച വിഡ്ഢി. അങ്ങനെ ഒരു വിഡ്ഢി വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ല. വചനം വിളിച്ചു പറയും: ഒരു മധ്യസ്ഥൻ, ഒരേ ഒരു മധ്യസ്ഥൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. നമ്മുടെ കുറുവാക്ക് ഒരിക്കൽ കൂടെ വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത് വാക്യം അല്ലേ, ഒന്ന് വായിച്ചേ. യേശു അവളോട്, യേശു അല്ല സോറി 5:2 അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് ഈ ദേശത്തോട് അതേ പറയാനുള്ളൂ. നിങ്ങൾ പാസ്റ്റർമാര് പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ബെന്തിക്കോസുകാർ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ആരും പറയുന്നത് കേൾക്കണ്ട. യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം കേട്ടാ മതി. പരിപാടി കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. യേശു എന്താ കൽപ്പിച്ചേ? അപ്പോ യേശുവിന്റെ അമ്മയായ മറിയത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനമാകില്ലല്ലോ. ഒരാളെ എങ്ങനെയാ ബഹുമാനിക്കുന്നേ? ഒരാളെ ബഹുമാനിക്കാൻ ഏറ്റവും വലിയ മാർഗം അയാൾ പറയുന്ന അനുസരിക്കലാണ്, അല്ലേ? മക്കൾ അനുസരിക്കാതെ വരുമ്പോഴേ മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കേട്ടില്ലേ, എന്താടാ നിനക്ക് എന്നോടൊരു ബഹുമാനമില്ലല്ലോ. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് ഐസ്ക്രീം മേടിച്ചു കൊടുത്തല്ല, ചുരിദാറും സാരി മേടിച്ചു കൊടുത്തല്ല. ആരെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കണം. യേശുവിന്റെ അമ്മയായ മറിയെ ഞാൻ ബഹുമാനിക്കാൻ കാരണം, ബഹുമാനിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, യേശു പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല, യേശു എന്താ പറഞ്ഞത്? അപ്പൊ യേശുവിന്റെ അമ്മയായ മറിയത്തെ ബഹുമാനിക്കുന്നെങ്കിൽ ഈ മറിയ പറഞ്ഞത് നമ്മൾ ചെയ്യണോ വേണ്ടയോ? മറിയ എന്താ പറഞ്ഞ്? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ലേ? ഉണ്ട്. അവൻ എന്താ കൽപ്പിച്ചേ? എടുത്ത് യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാമത്തെ അധ്യായം അതിനെ 3-ാമത് വാക്യം. യേശു അവനോട് നിക്കോദീമോസിന്റെ കാര്യമായി പറയുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ. മറിയ പറഞ്ഞില്ലേ അവൻ കൽപ്പിച്ചത് ചെയ്യണമെന്ന്? യേശു കൽപ്പിക്കുക, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. മറിയ പറഞ്ഞു അവൻ കൽപ്പിച്ചത് ചെയ്യണമെന്ന്. അവൻ കൽപ്പിച്ചത് ചെയ്യണമെങ്കിൽ അവൻ പറഞ്ഞത് കേൾക്കണ്ടേ? അവൻ പറഞ്ഞ എന്താന്ന് മനസ്സിലാവണ്ടേ? യേശു പറഞ്ഞത് കേട്ടോ. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ആളും തരവും നോക്കി കൽപ്പന മാറ്റി പറയുന്ന ആളല്ല യേശു. ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ നിക്കോദിമോസ് അല്ലേ തൽക്കാലം പുറകെ വരാതെ നിന്നെങ്കിൽ രഹസ്യ ശിഷ്യനായി 3.5 വർഷം നടന്നിട്ട് യേശുവിന്റെ ശരീരം ക്രൂശിൽ നേറ്റുവാങ്ങാൻ വന്നത് അല്ലേ? ഈ നിക്കോദിമോസ് അല്ലേ? അപ്പൊ യേശുവിന്റെ കണ്ണിന്റെ പ്രത്യേകത എന്താ? നിക്കോദിമോസും കൂടെ നടന്നു വരുമ്പോഴേ യേശുവിനറിയാം യവനാണ് അവസാനം എൻ്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കാൻ പീലാത്തോസിനോട് അനുമതി മേടിക്കേണ്ട ആള്. വലിയ പുള്ളിയ, അതുകൊണ്ട് ദൂത് ഒന്ന് കട്ടി കുറച്ച് പറഞ്ഞേക്കാം. ഇല്ല, ആന വന്നാലും അമ്പാനി വന്നാലും വചനത്തിന് ഒരു കൽപ്പനയേ ഉള്ളൂ. യേശു പറഞ്ഞു ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് യായിറോസിനും അത് നഥനയേലിനും സാമുവേൽ ആന്റണിക്കും ലോകത്തുള്ള എല്ലാ ജനത്തിനും ദൈവത്തിന്റെ ഒരേ കൽപ്പന. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണ്ടേ? അവൻ എന്താ കൽപ്പിച്ചേ? പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും ജനിക്കുക. അപ്പോൾ എപ്പോഴാ മരിച്ചേ? വീണ്ടും ജനിക്കണമെങ്കിൽ മരിക്കണ്ടേ? മരിച്ചു. അതാണ് ദേവദാസൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞത്. ദൈവാദമനോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒന്ന് മരിച്ചു, എല്ലാവരും മരിച്ചു.
അതാണ് റോമാലേഖനത്തിൽ പറയുന്നത്. ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. ആദാം മരിച്ചപ്പോൾ ആദാമിന്റെ മക്കളായ നമ്മളെയും മരിച്ചവരായിട്ടാണ് ദൈവം കണ്ടത്. എന്നാൽ മരിച്ചവരായിരുന്ന മാനവജനത്തെ ഒന്ന് ജീവിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. തന്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. ശ്രദ്ധിച്ച്, മനുഷ്യൻ മരിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യന് മരണത്തെ പേടിയുണ്ട്. നമ്മൾ പറയും, ഓ പേടിയില്ല, എനിക്കൊരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു പനിയൊന്ന് വന്ന് നോക്കണം, അന്നേരം ആന്റിബയോട്ടിക് എടുക്കാൻ. എന്താണെന്നറിയാവോ? പേടിയാ, മരിക്കാൻ പേടിയാ. പണ്ടേ ഒരമ്മച്ചിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങനെ കുറച്ച് പ്രായമായപ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവ് എന്നെ എടുത്തോണേ, എൻ്റെ കർത്താവ് എന്നെ എടുത്തോണേ, എൻ്റെ കർത്താവ് എന്നെ എടുത്തോണേ. അപ്പം അമ്മച്ചിക്ക് മിടുക്കന്മാരായ 4 കൊച്ചുമക്കളുണ്ടായിരുന്നു. ഈ കൊച്ചുമക്കളെല്ലാം കൂടി പറഞ്ഞു, എടാ അമ്മച്ചിക്ക് നല്ല അമ്മച്ചിയോട് ഡെയിലി പറയും, അമ്മച്ചി അങ്ങനെ പറയല്ലേ, ദൈവം വിളിക്കുമ്പോൾ അങ്ങ് വിളിച്ചോട്ടെ, അന്നേരം പോയാൽ പോരെ. ഇല്ലടാ, എനിക്ക് പോകണം, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകണം. മക്കളും കൊച്ചുമക്കളും എല്ലാം പറഞ്ഞങ്ങ് മടുത്തു. അങ്ങനെ ഇത് ഡെയിലി കേട്ടപ്പോൾ കൊച്ചുമക്കൾ 4 പേര് വിചാരിച്ചു, അമ്മച്ചി ഇത് പറയുന്നതൊന്ന് നിർത്തണം. അമ്മച്ചി രാത്രി കഴിച്ചെല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് കിടക്കാൻ വരുന്നതിന് മുമ്പ് അമ്മച്ചി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 കൊച്ചുമക്കളും കൂടെ അമ്മച്ചി കിടക്കുന്ന കട്ടിലുണ്ടല്ലോ, ഈ കട്ടിലിൻ്റെ കീഴെ ഒളിച്ചിരുന്നു, 4 കാലിൻ്റെ കീഴെ ഒളിച്ചിരുന്നു. അമ്മച്ചി ആഹാരം എല്ലാം കഴിച്ച് കിടക്കാൻ വേണ്ടി വന്നിരുന്ന് കാലിങ്ങനെ കട്ടിലോട്ട് കയറ്റി വെച്ചിട്ട് കര ഉയർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ എന്നെ എടുത്തോണേ എന്ന് പറയലും 4 കൊച്ചുമക്കൾ 4 മൂലക്ക് വിരുന്ന് ഈ കട്ടിലിങ്ങനെ കുലുക്കി മേപ്പോട്ട് പൊക്കി. എന്നിട്ട് ഒരാൾ പറഞ്ഞു, മകളെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കർത്താവേ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞാല് മനുഷ്യന് മരണത്തെ പേടിയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് മരണത്തെ പേടിയാണ്. എന്നാൽ മരണത്തെ പേടിക്കാത്ത ഒരു ഗ്രൂപ്പുണ്ട്, അത് യേശുവിന്റെ അനുയായികളാണ്. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും, മരണത്തെയും പാതാളത്തെയും തോപ്പിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മരിച്ചുപോയ മാനവജാതിയെ ജീവിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ മാനവജാതിയെ ജീവിപ്പിക്കാൻ ദൈവം ജീവനുമായിട്ട് അയച്ച വാഹനത്തിന്റെ പേരാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയത്, യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഏത് ജീവൻ? നമ്മളെല്ലാം മരിച്ചവരല്ലേ? മരിച്ചവരായിരുന്ന നമ്മളെ ഉയർപ്പിക്കേണ്ട ജീവൻ അവനിലുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഏത് ജീവൻ? ആദാമിൽ ഏദനിൽ നിങ്ങൾ മരിച്ചുപോയെങ്കിൽ മരിച്ചുപോയ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കേണ്ട ജീവൻ എൻ്റെ അകത്തുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവനെ ആരെങ്കിലും കൈക്കൊണ്ടാൽ അവൻ വീണ്ടും ജീവിക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:1 വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. സഹോദരാ, ചെയ്തു പോയ പാപങ്ങളിൽ പശ്ചാത്താപമുണ്ടോ? മരിച്ചു കിടക്കുന്നെങ്കിൽ, മരണത്തിന് തുല്യമായ അവസ്ഥയിൽ കിടക്കുന്നെങ്കിൽ താങ്കളെ ജീവിപ്പിക്കുവാൻ ഒരു സത്യ ദൈവം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ മുനിവര്യന്മാർ ഋഷിവര്യന്മാർ വിളിച്ചു പറഞ്ഞു, മൃത്യോമാ അമൃതം ഗമയ, മൃത്യുവിൽ നിന്ന് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ. ആര് നയിക്കും? ആരാൽ നയിക്കപ്പെടും? മരണത്തിൽ നിന്ന് മൃത്യുവിൽ നിന്ന് ജീവനിലേക്ക് മനുഷ്യനെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ഭൂമിയിൽ അവതരിച്ച അവതാരമാണ് സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. ഏത് കുടുംബത്തിൽ പിറന്നാലും, ആരുടെ മകനായി ജനിച്ചാലും, വീണ്ടും ജനിച്ചില്ലെങ്കിൽ, പുതുതായി ജനിച്ച് യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കാതെ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ദൈവരാജ്യ പ്രവേശനം സാധ്യമല്ല. അപ്പോൾ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. യേശു എന്താ കൽപ്പിച്ചേ? നീ വീണ്ടും ജനിക്കണം, നീ രക്ഷിക്കപ്പെടണം. അതിന്റെ വേറൊരു പേരാ രക്ഷിക്കപ്പെടണം. രണ്ടാമത് യേശു എന്താ പറഞ്ഞേ? മത്തായി സുവിശേഷം, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണ്ടേ? അവൻ കൽപ്പിച്ചത് വായിച്ചോ, മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായം, അതിന് 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. മറിയ പറഞ്ഞു,
അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. യേശു ഒന്നാമത് കൽപ്പിച്ചത് നീ രക്ഷിക്കപ്പെടണം. രണ്ടാമത് യേശു കൽപ്പിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. എനിക്ക് ഈ ബൈബിളിന്റെ പരിഭാഷയേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം POC ബൈബിളിന്റെ പരിഭാഷയാണ്. POC ബൈബിൾ ഇങ്ങനെ എഴുതി: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ ജ്ഞാനസ്നാനം പെടണം. എന്താ ജ്ഞാനസ്നാനം? ജ്ഞാനം, അറിവ്. ജ്ഞാനം, അറിവ്. സ്നാനം, കുളി എന്ന് പറഞ്ഞാൽ അറിവ് വന്നിട്ട് വേണം കുളിക്കാൻ എന്നാണ് POC ബൈബിൾ എഴുതിയേക്കുന്നത്. സ്തോത്രം. അത് ഞാൻ POC ബൈബിളിലെ കാര്യമാണ് ഈ പറയുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്, സ്നാനം, കുളി. അപ്പൊ കുളിക്കുന്നെങ്കിൽ, സ്നാനപ്പെടുന്നെങ്കിൽ അറിവായിട്ട് കുളിക്കാവൂ എന്ന് പാസ്റ്ററൽ POC എനിക്കത് പറയാൻ മടിയില്ലാത്ത അതുകൊണ്ടാന്നേ ഞാൻ അതിന്റെ വെളിച്ചത്തിലായി പ്രസംഗിക്കുന്നേ. ജ്ഞാനം, കുളി, അറിവിന്റെ കുളി. ഹല്ലേലൂയ. അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്യേണ്ടതല്ലത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹൃദയത്തിൽ സ്വീകരിച്ച് നല്ല അറിവോടെ, ബോധത്തോടെ ചെയ്യേണ്ടതാണ് ജ്ഞാനസ്നാനം, മാമോദീസ. മാമോദീസ എന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ? മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുക്കിപ്പൊക്കുക എന്നാണ്. എന്താ? അല്ല, മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുക്കിപ്പൊക്കുക, വെള്ളത്തിൽ മുക്കിപ്പൊക്കുക. അതാണ് മാമോദീസ. യേശു പറഞ്ഞു, മറിയ പറഞ്ഞില്ല അവൻ പറഞ്ഞത് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. ഞാൻ സ്ഥാനപ്പെടാൻ കാര്യം പാസ്റ്റർമാര് പറഞ്ഞുകൊണ്ടല്ല, പെന്തിക്കോസ്തുകാർ നിർബന്ധിച്ചതല്ല. ഞാൻ സ്ഥാനപ്പെടാൻ കാര്യം എന്റെ യേശുവിന്റെ അമ്മ മറിയ യേശു പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാ. യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. അപ്പൊ ആരോ ചോദിച്ചു, ക്രൂശിലെ കള്ളൻ സ്ഥാനപ്പെട്ടോന്ന്. ഏതാ? ക്രൂശിലെ കള്ളൻ. അത് 2-3 ഉത്തരം ഞാൻ പറയാം. ഈ സ്നാനവേ പുതിയ നിയമത്തിന്റെ ഉപദേശമാണ് അല്ലേ? പഴയ സ്നാനത്തിന്റെ ഉപദേശം ഉണ്ടോ? ഇല്ല. ഈ പുതിയ നിയമം എപ്പോഴാണ് തുടങ്ങുന്നേ? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മ വന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, കള്ളൻ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? തർക്കമില്ലല്ലോ. പിന്നെ കള്ളൻ എന്തിനാ സ്നാനം? പഴയ നിയമത്തിൽ സ്നാനമില്ല. ദാനിയേൽ സ്നാനപ്പെട്ടയാളല്ല, മോശ സ്നാനപ്പെട്ടയാളല്ല. സ്നാനത്തിന്റെ ഉപദേശം പുതിയ നിയമത്തിലാണ്. പിന്നെ സ്നാനപ്പെടണ്ടെന്ന് കള്ളനെ പിടിച്ച് നിർബന്ധമാണെങ്കിൽ താങ്കൾ ഞങ്ങളെ ക്രൂശിൽ തറക്കാം. ക്രൂശിൽ നിറങ്ങാൻ പറ്റാതെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് താങ്കൾ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം ഒരു കൺസെഷൻ തരുന്നുണ്ട്. താങ്കൾ സ്നാനപ്പെടേണ്ട. അതല്ല, സ്വയമേ നടക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ സ്നാനപ്പെട്ടേ മതിയാവും. ഒരു മാറ്റവുമില്ല. കാര്യം യേശു പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കണം, ജ്ഞാനസ്നാനപ്പെടണം, അറിവിന്റെ കുളി കുളിക്കണമെന്നാണ് യേശു ഞങ്ങളെ പഠിപ്പിച്ചത്. സ്തോത്രം. എന്റെ അനുഭവം കൂടെ ഒന്ന് പറയണമല്ലോ. എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ പിതാവ് സ്നാനപ്പെട്ടത്. ഞങ്ങളുടെ കുടുംബം വലിയ വീട്ടിൽ കുടുംബം, എറണാകുളത്ത് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ടൊരു കുടുംബം തന്നെയാണ്. അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ വേണ്ടുപോലെ ഉള്ളൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പപ്പ അന്ന് പോട്ടെ പോയിട്ട് എൻ്റെ വല്യമ്മ ധ്യാനം കൂടാൻ പോയപ്പോൾ കിട്ടിയ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ബൈബിൾ വായിച്ചു. പാസ്റ്റർമാർ വന്നപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, ഉപദേശി നിങ്ങളുടെ ബൈബിൾ വേറെ, ഞങ്ങളുടെ ബൈബിൾ വേറെ. ഉപദേശി പറഞ്ഞു, സഹോദര ഞാൻ 2-3 വാക്യം എഴുതി തരാം, അത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉപദേശിയെ തോപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ പപ്പക്കൊരു കാര്യം മനസ്സിലായി, ബൈബിൾ 2 ഒന്നാ, പറയുന്ന രീതിയിലാണ് വ്യത്യാസം. അങ്ങനെ വചനം വായിച്ച് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പിതാവ് അറിവിൻ്റെ കുളി കുളിച്ചു. അറിയാം പ്രതികൂലമാണെന്നറിയാം. എൻ്റെ വല്യപ്പൻ ഒരു 6-6.5 പൊക്കമുള്ളൊരു കോൺട്രാക്ടറായിരുന്നു. അങ്ങനെ സ്ഥാനപ്പെട്ടു. പ്രശ്നമാകുമെന്നറിയാം. രാത്രി 11:30 വരെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്റർ വീട്ടിൽ തുടർന്നു. രാത്രി 11:30 ആയപ്പോൾ സാധാരണ പതിവ് പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് വന്നാൽ
എൻ്റെ വല്യപ്പൻ ഉറങ്ങും, വല്യമ്മ എഴുന്നേറ്റ് ഡോറ് തുറന്നു കൊടുക്കും. അതാണ് പതിവ്. സ്ഥാനപ്പെട്ടെന്നുള്ള കാര്യം വല്യപ്പന് മനസ്സിലായില്ല. അങ്ങനെ രാത്രി 11:30 കഴിഞ്ഞപ്പോഴേ എൻ്റെ വല്യപ്പൻ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും 3 മാസമുള്ള എന്നെയും എടുത്ത് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. എൻ്റെ പപ്പയുടെ സ്ഥാനം കാണാൻ പോയത് എൻ്റെ അമ്മ. അവിടെ വെച്ച് പരിശുദ്ധാത്മ സംസാരിച്ചൊരു സത്യമാണെന്ന്. അവിടെ അന്ന് ഈ ചൂടിച്ച പാസ്റ്റർ ഭാര്യയുടെ സാരി മേടിച്ച് സ്ഥാനം കാണാൻ പോയ എൻ്റെ മമ്മി, എൻ്റെ കർത്താവേ ഒന്നും പറയണ്ട, സത്യമാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പപ്പയുടെ കൂടെ അവിടെ ഇറങ്ങി സ്ഥാനപ്പെട്ടു. അങ്ങനെ രാത്രി 11:30 കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരുന്നു. പതിവ് പോലെ വാതിലിൽ മുട്ടിയപ്പോൾ വല്യമ്മ തുറക്കും എന്ന് പ്രതീക്ഷിച്ച് നിന്ന എൻ്റെ അപ്പൻ ഡോറെ പിടിച്ചിങ്ങനെ മുട്ടാൻ ശ്രമിക്കുമ്പോൾ ഡോറ് തുറന്നു കിടക്കുന്നു. ചാരിയിട്ടിട്ടേ ഉള്ളൂ. അപ്പൻ അകത്തോട്ട് കയറുമ്പോൾ ഡോറിന്റെ പുറകിൽ നിന്നൊരു വിളി, ആന്റണി അവിടെ നിൽക്ക്. നീ കലക്ക വെള്ളത്തിൽ മുങ്ങിയോ? ഭയങ്കര പ്രശ്നമായി. വീട് വിട്ടിറങ്ങേണ്ടി വന്നു. ഉടുതുണിക്ക് മടതുണിയില്ലാതെ സ്ഥാനപ്പെട്ടതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയ ഒരപ്പൻ്റെ മകനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ സത്യത്തിന് വേണ്ടി നിന്നാൽ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നീ വചനം അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ലോകക്കാർ മുഴുവൻ നിന്നെ കൈവിടും, ബന്ധുക്കൾ നിന്നെ കൈവിടും, ചാർച്ചക്കാരൻ നിന്നെ കൈവിടും. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും മാനിച്ചു. അല്ലെ, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചു. അനുഭവത്തിൽ നിന്നേ പറയുന്നത്. താങ്കൾ ഇറങ്ങൂ. ആരെ പേടിച്ചാണ് താങ്കൾ ഇങ്ങനെ വചനം അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ, വെളിച്ചത്തിന്റെ നേരെ കാർക്കിച്ചു തുപ്പുന്നവനെ പോലെ, സത്യത്തിന് മുന്നിൽ കണ്ണടക്കുന്നവനെ പോലെ ആരെ പേടിച്ചിട്ടാണ് ഈ ജീവിതം തീരാൻ പോകുന്നു? ഇന്ന് രാത്രി താങ്കൾ മരിക്കുന്നെങ്കിൽ മനസാക്ഷിക്ക് കുത്തുള്ളയാളായി താങ്കൾ ഈ ലോകം വിട്ടു പോകരുത്. ഈ സത്യവചനം കേൾക്കുന്ന സഹോദര, നീ സ്ഥാനപ്പെട്ടേ മതിയാകൂ. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. 1, യേശു പറഞ്ഞു വീണ്ടും ജനിക്കണം. 2, യേശു പറഞ്ഞു നീ മാമോദീസ സ്വീകരിക്കണം. 3, യേശു പറഞ്ഞു ചെയ്യണമല്ലോ. മറിയോട് ബഹുമാനം ഉണ്ടെങ്കിൽ വായിച്ചോ. അപ്പോസ്തല പ്രവൃത്തികൾ അതുകൂടി വായിച്ച് തൽക്കാലത്തേക്ക് നമുക്ക് നിർത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത് വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 4-ാമത് വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അപ്പോൾ യേശു പറയുന്നത് ചെയ്യേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമില്ലേ? യേശുവിന്റെ അമ്മയായ മറിയത്തെ നാം ബഹുമാനിക്കുന്നെങ്കിൽ യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ യെരൂശലേം വിട്ടു വാങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ അന്യഭാഷ പറയുന്നത്, ഈ വേർപെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കള് അന്യഭാഷ പറയും. അന്യഭാഷ കളിയാക്കുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ സഹതാപമാണ്. ഞാൻ പണ്ട് മറ്റൊരു സ്റ്റേറ്റിൽ, മഹാരാഷ്ട്രയിൽ, കർത്താവിന്റെ വേലോട് മണ്ഡലത്തിലായിരിക്കും അന്ന് ഞാൻ താമസിച്ച ആ റൂമിന്റെ മേളിൽ ഒരു ടൈപ്പിംഗ് സെന്റർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഒക്കെ തുടങ്ങിയത്. അന്ന് ഈ ടൈപ്പിംഗ് സെന്റർ ഉണ്ടായിരുന്നു. ഇങ്ങനെ കടകടകടാന്നടിക്കുന്ന ടൈപ്പിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പരിചിതമല്ല. ഞങ്ങൾ പകല് ചിലപ്പോൾ മിനിസ്ട്രിക്ക് പോകാതെ റൂമിൽ തന്നെ കാണും. അപ്പൊ തൊട്ട് മേളിൽ ടൈപ്പിംഗ് സെന്റർ ആണല്ലോ. അപ്പൊ താഴെ ഇരിക്കുമ്പോഴേ എന്തൊരു അസ്വസ്ഥതയാണെന്നറിയാമോ? 5 മണിക്ക് ടൈപ്പിംഗ് സെന്റർ പൂട്ടും. ഈ 5 മണി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സുഖമാണ്. കാരണം മേളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ കടകട നടിയാണ്. എന്തൊരു ശല്യമാണ്. കാരണമുണ്ടല്ലോ, ഇത് ഭയങ്കര ശല്യമാണെങ്കിലുമേ നമുക്ക് തോന്നും ഈ പുള്ളികൾ എന്തായി കാണിക്കുന്നതെന്ന്. അവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവൻ വലിയ വലിയ കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പല രാജ്യങ്ങളിലോട്ട് അടിക്കാനുള്ള മെയിലാണ് ആ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്ററാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് അന്യഭാഷ. കേൾക്കുന്നവന് കടകടകടകടന്നൊക്കെ തോന്നും. പക്ഷെ ബൈബിൾ പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ധൈര്യം കാണിക്കട്ടെ. അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് യേശുവിന്റെ അമ്മയായ മറിയയാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചേ. Acts chapter 1 verse 13 and 14. അവർ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ്, യോഹന്നാൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി,
മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും. അപ്പോൾ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന 120 പേരുടെ കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ യേശുവിന്റെ അമ്മയായ മറിയയും ആ കൂട്ടത്തിലില്ലേ? ഈ വാക്യമാണ് അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. യേശുവിന്റെ അമ്മയായ മറിയ അന്യഭാഷയിൽ ആരാധിച്ച ധീര വനിതയായിരുന്നു. ആമേൻ. ഒന്ന്, സഹോദര, യേശുവിന്റെ അമ്മയായ മറിയയെ താങ്കൾ ബഹുമാനിക്കുന്നെങ്കിൽ, താങ്കൾ ആദരിക്കുന്നെങ്കിൽ, യേശു പറഞ്ഞ കൽപ്പനകൾ നാം പ്രമാണിക്കണം. മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. യേശു എന്താ കൽപ്പിച്ചത്? നിക്കോദീമോസിനോട് യേശു പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയില്ല. ഹല്ലേലൂയ. യേശു രണ്ടാമത് പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശുവിന്റെ കൽപ്പന. മൂന്നാമത് യേശു പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. യേശു പറഞ്ഞ വാക്യം മറിയ അതുപോലെ അനുസരിച്ചെങ്കിൽ, ഏതാ യേശു പറഞ്ഞ വാക്യം? യേശുവിന്റെ അമ്മയായ മറിയക്കനുസരിക്കാമെങ്കിൽ പിന്നെ ഈ സാമുവൽ ആന്റണിക്ക് അന്യഭാഷ പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് സഹോദര താങ്കളോട് വാദിക്കുകയാണ്. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു വ്യക്തിയുടെ പ്രസംഗമായി നിങ്ങൾ കൂട്ടണ്ട. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. 1 മിനിറ്റ് നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രി ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ ടെന്റിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ, ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ഈ ശബ്ദപരിധിയുടെ ശ്രവണസീമക്കുള്ളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിലപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നേഹിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവേ, വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ദേശത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. യേശുവിന്റെ അമ്മ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. യേശുവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനാരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ. ഒരു പക്ഷേ ഭവനങ്ങളിലിരുന്ന്, വഴിവക്കിലിരുന്ന് ഈ വചനത്തിന്റെ സത്യം കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് വചനത്തിലെ വാക്യമാണെങ്കിൽ താങ്കൾ സ്നാനപ്പെട്ടേ മതിയാകൂ. താങ്കൾ അന്യഭാഷ പറഞ്ഞേ മതിയാകൂ. ആത്മാവിൽ നിറഞ്ഞേ മതിയാകൂ. ഇന്ന് രാത്രി കാലം, ഇന്നലെ നാം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കേട്ടു. ഇന്ന് പ്രാരംഭത്തിൽ മാനസാന്തരത്തെ കുറിച്ച് കേട്ടു. ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മൾ അതിനെക്കുറിച്ച് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരെയാണ് പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? പൗലോസ് പറഞ്ഞു, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ചാൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ കേൾവിക്കാരെ, കാലം അവസാനിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രാണപ്രിയന്റെ ചിറകടി ശബ്ദം താമസവിന അന്തരീക്ഷ മണ്ഡലത്തിൽ കേൾക്കാൻ സമയമായി. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ ചേർത്ത് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിന്റെ വരവിങ്കൽ താങ്കൾക്ക് പോകണ്ടേ? യേശുവിന്റെ വരവിങ്കൽ താങ്കൾക്ക് പോകണ്ടേ? ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഈ ലോകം നമുക്ക് ദുഃഖം മാത്രമേ തരൂ, ഈ ലോകം നമുക്ക് സങ്കടങ്ങൾ മാത്രമേ തരൂ. എന്നാൽ ഒരു നിത്യമായ രാജ്യമുണ്ട്. ഈ രാജ്യം ഇളകിപ്പോകുന്നതാണ്, എന്നാൽ ഇളകിപ്പോകാത്തൊരു രാജ്യമുണ്ട്. പൗലോസ് ഇങ്ങനെ എഴുതി, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാത്രി സഹോദര, അവന്റെ കാഹളമാലത്തിങ്കിൽ താങ്കൾക്ക് എടുക്കപ്പെടണ്ടേ? സാത്താന്റെ കെണികളിൽ രക്ഷപ്പെടണ്ടേ? ഇന്ന് രാത്രി കാലം ആ ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് പ്രാർത്ഥിക്കാമോ? വീണ്ടും ജനിക്കണം എന്ന് താങ്കൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ജ്ഞാനസ്നാനം, അറിവിന്റെ കുളി, അറിവ് പ്രാപിച്ചിട്ടേ കുളിക്കാവൂ. ഇത് കർത്താവിന്റെ കൽപ്പനയാണെങ്കിൽ സഹോദര,
നീ സ്ഥാനപ്പെട്ടേ മതിയാവൂ. സഹോദരി, താങ്കൾ സ്ഥാനപ്പെട്ടേ മതിയാവൂ. യേശുവിൻ്റെ അമ്മയായ മറിയ ആത്മാവിൽ നിറഞ്ഞതുപോലെ താങ്കൾ ആത്മാവിൽ നിറഞ്ഞേ മതിയാവൂ. ഇന്ന് രാത്രി യേശു താങ്കളെ വിളിക്കുന്നു. ആയിരിക്കുന്ന ഇരിപ്പിലൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, നീ മാത്രം രക്ഷകൻ, നീ മാത്രം ഏക മധ്യസ്ഥൻ. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി യേശു വിളിക്കുന്നു താങ്കളെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? രോഗികളായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി യേശു സൗഖ്യദായകനാണ്. ഇന്ന് രാത്രി യേശു സൗഖ്യദായകനാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ടെന്റിനകത്തിരിക്കുന്നെങ്കിൽ രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ താങ്കളുടെ കൈയൊന്ന് വെച്ചാട്ടെ. യേശു നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. മെഡിസിൻ എടുത്തിട്ട് കൺട്രോൾ ആകാത്ത നിന്റെ രോഗത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി യേശു അഴിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. നീ സ്ഥാനപ്പെട്ടേ മതിയാകൂ. നീ എൻ്റെ ഭാഷയിൽ ആരാധിച്ച മതിയാകൂ. ഈ ടെന്റിലായിരിക്കുന്ന യുവമക്കൾ അല്പനിമിഷങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മുടെ ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. അവനാണ് സത്യദൈവം, യേശുവാണ് നിത്യജീവൻ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതിനും വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, അവൻ സകലവും അവൻ മുഖാന്തരമുണ്ടായി. അവൻ സകലത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇന്ന് രാത്രി കാലം ഒരിക്കൽ കൂടെ അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. യേശുവിനെ പോലെ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല. ഓഹോ, യേശുവെ പോൽ ആരുമില്ല. ഓഹോ, യേശുവെ യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലും സ്വർഗത്തിലോ ഭൂമിയിലോ കരങ്ങളടിച്ച് ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ, യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ, സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്കു തുല്യനായ. സ്വർഗത്തിലോ ഭൂമിയിലും നിനക്കു തുല്യനായ. ഒരിക്കൽ കൂടി ചേർന്ന് പോണം. യേശുവെ പോൽ, യേശുവെ പോൽ ആരുമില്ല, യേശുവെ പോൽ ആരുമില്ല.